ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. വെൽക്കം ഗൈസ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിന്റെ ഫോളോ അപ്പ് ആണ് ഈ എപ്പിസോഡ്. അതുകൊണ്ട് ഞങ്ങൾ പോയി ഇച്ചിരി ബ്രേക്ക് കുടിച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് വന്നയാ. ഹൗ ആർ യു ഗൈസ് ഡൂയിങ്? നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ചയായി കാണും. ടൈം ട്രാവൽ ആണ് ഗൈസ്. നിങ്ങൾക്ക് ഒരാഴ്ച, ഞങ്ങൾക്ക് 10 minutes. എന്തായാലും ഗൈസ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ജസ്റ്റ് ഒരു 5 minutes അല്ലെ ഒരു 2 minutes റീക്യാപ്പ് ചെയ്യും. ഓക്കെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വന്നത് അത് ആ എപ്പിസോഡ് കാണണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എന്നാലും നിങ്ങൾക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതെ, നമ്മൾ പറഞ്ഞത് നമ്മളുടെ മഹാഭാരത യുദ്ധത്തിന്റെ കുറച്ച് തെളിവുകൾ, വെപ്പൺസിന്റെ തെളിവുകൾ, വൈ ക്രോമസോണിന് സംഭവിച്ച കാര്യങ്ങൾ, കുറച്ച് സ്റ്റഡീസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ സെവൻ സിസ്റ്റേഴ്സ് അല്ലല്ലോ, നമ്മുടെ 7 sages, സപ്ത ഋഷിമാര് ഒരു ലാൻഡിൽ നിന്ന് ഭാരതത്തിലേക്ക് വന്നിട്ട് ഭാരതത്തിൽ നിന്ന് പല ലാൻഡുകളിലേക്ക് പോയ കഥകളിൽ ഒരു കഥ, ഒന്നല്ല 2-3 കഥ. മഹാബലി എങ്ങോട്ടാണ് പോയത്? സുതാല എന്ന് പറയുന്ന ഇന്തോനേഷ്യ, അല്ലെങ്കിൽ പതാള എന്ന് പറയുന്ന സൗത്ത് അമേരിക്ക, അല്ലെങ്കിൽ സൗത്ത് അമേരിക്കൻസ് പണ്ട് പിത്താള എന്നാണ് അവരെ തന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. ആഫ്രിക്കൻസ് സൗത്ത് അമേരിക്കയെ പൊത്തോളോ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കണക്ഷൻ ആയിരുന്നു നമ്മുടെ മഹാഭാരത ആർമിയിലെ ഒരു ആർമി, ഇറാഖിൽ നിന്ന് വന്ന ഭഗദത്തന്റെ ആർമി. ആ ഭഗദത്തന്റെ പേരിലാണ് ഇപ്പൊ ഇറാഖിന്റെ ക്യാപിറ്റൽ ബാഗ്ദാദായി, ഇവിടെ ഭഗദത്തനായി. അപ്പൊ അങ്ങനെ. സോ ഈ എപ്പിസോഡിൽ വാട്ട് ആർ യു സ്റ്റാർട്ടിങ് വിത്ത്? നമ്മൾ കഴിഞ്ഞത് ലാസ്റ്റ് ഹിന്ദി ചെയ്തായിരുന്നു അവർക്ക്. ഹിന്ദി ചെയ്തത് വിൽ ബി സ്റ്റാർട്ടിങ് വിത്ത് എന്താ പറയുന്ന ഒരു കുഞ്ഞി കഥയായിട്ട് തുടങ്ങാം. എന്ന് പറഞ്ഞാല്, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം വൈ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈസ് കൺസിഡറിങ് ന്യൂഡൽഹി ആസ് ഇറ്റ്സ് ക്യാപിറ്റൽ? സെന്റർ ഓഫ് ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ല. That was the center of Bharat once when the gods roamed the place. നമ്മളുടെ ഭാരതം അത്രമാത്രം വാസ്റ്റ് ആയിരുന്ന സമയത്ത്, ഏകദേശം ഇറാഖും അല്ലെങ്കിൽ സിറിയയും എന്നൊക്കെ പറയുന്ന സ്ഥലത്തോട്ട് നമ്മൾ പോയതും, ഏകദേശം കംബോഡിയ ഇന്തോനേഷ്യ ബോർഡർ വരെ പോയതും, ഏകദേശം മുകളിലോട്ട് പോയതും ഒക്കെ ഭാരതത്തിന്റെ സ്ഥലമായിരുന്നപ്പോൾ ഏകദേശം സെൻട്രലായിട്ട് വന്ന സ്ഥലമാണ് ഡൽഹി അല്ല, ആ പ്ലേസ്. യു നോ വാട്ട് ഡൽഹി വാസ് കോൾഡ് ഇൻ ദി ഏൻഷ്യന്റ് എറ? ഇറ്റ് ഈസ് കോൾഡ് ഇന്ദ്രപ്രസ്ഥ. That is where Indradeva, the king of gods, used to rule every place. നമ്മള് അനുനാക്കി ക്യാപിറ്റൽ ആയിരുന്നു ഡൽഹി, ന്യൂഡൽഹി. അപ്പോ അതേ സ്ഥലം നമ്മളിപ്പോഴും വിശ്വസിക്കുമോ ഇതൊക്കെ ഹോക്സ് ആണ് പോടാ? നോ, ദ എക്സാക്ട് കോർഡിനേറ്റ്സ് ഓഫ് ഇന്ദ്രപ്രസ്ഥ ഈസ് നൗ ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ന്യൂഡൽഹി. യു തിങ്ക് ദാറ്റ്സ് എ കോയിൻസിഡൻസ്? നോ, ഇറ്റ്സ് നോട്ട്. സോ നമ്മുടെ തലപ്പത്തിരിക്കുന്നവർക്കല്ലേ ഇത് അറിയാം? 100%. എടാ, ഒരു യൂട്യൂബും വിക്കിപീഡിയയും കുറെ ബുക്കുകളും പുസ്തകങ്ങളും ആയിട്ടിരിക്കുന്ന 2 പിള്ളേർക്ക് ഇത് കണ്ടുപിടിക്കാമെങ്കിൽ, ഡു യു തിങ്ക് അവർ ലീഡേഴ്സ് ആർ റിസോഴ്സ്ലെസ്? Then why do they hide it? They hide it because there are obvious reasons. There are conspiracies and ഓഷോ പറഞ്ഞ സാധനം because people are dumb മാത്രമല്ല, പല ഗവൺമെന്റും അതെല്ലാം നമ്മളുടെ ഹൈഡ് ചെയ്യാൻ നോക്കി വന്നപ്പോഴാണ് ഒരു ഗവൺമെന്റ് വന്ന ഉടനെ ലോകത്തിലെ ഏറ്റവും വലിയ അമ്പലം പണിയുന്നു. രാമസേതു അല്ലെങ്കിൽ രാമ ടെമ്പിൾ വാസ് എ സ്റ്റേറ്റ്മെന്റ്. സേതു അല്ല, രാമ ടെമ്പിൾ, നമ്മുടെ രാം മന്ദിർ. അത് ഒരു അവര് വന്ന് 4000 കോടിയോ എത്രയോ കോടി, 400 കോടിയോ, ഐ ഡോണ്ട് റിമെമ്പർ, അത് പണിഞ്ഞ് കാണിച്ചത് ലോകത്തിന് മുഴുവൻ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ബിക്കോസ് വി ആർ ഗോയിങ് ബാക്ക് ടു ദ റൂട്ട്സ്, UMFs എന്നാണ് ഈസ്റ്റിനോടും വെസ്റ്റിനോടും എല്ലാം ഈ ഗവൺമെന്റ് പറഞ്ഞത്. അവർ വന്നതിലെ ഏറ്റവും വലിയ പ്രോജക്റ്റുകൾ എന്തായിരുന്നു? ആദ്യമേ ഇന്ത്യ ഫോം ചെയ്ത യഥാർത്ഥ ആളുടെ, നമ്മളുടെ ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാച്യു ഓഫ് ലിബർട്ടി അല്ല, ആരുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി പട്ടേൽ. യെസ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി, സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്റ്റാച്യു ആണ് പണിഞ്ഞത്. അത് കഴിഞ്ഞ് അവർ പണിഞ്ഞ ഏറ്റവും വലിയ പ്രോജക്റ്റുകൾ, ബിൽഡിങ്ങും ഡാംസും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പണിഞ്ഞാണ് രാം മന്ദിർ ഈസ് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് വി ആസ് എ നേഷൻ, വി ആസ് എ ഭാരതീയൻ, ദിസ് ഈസ് അവർ ഹിസ്റ്ററി ആൻഡ് നോബഡി ഈസ് ഗോണ ടു ടേക്ക് ദാറ്റ് അവേ ഫ്രം us. ഇത് നമ്മളുടെ കൾച്ചറാണ്, ഇത് നമ്മളുടെ രാജാവാണ്. നമ്മൾക്ക് വേണ്ടി രാക്ഷസൻ എന്ന് പറയുന്ന സ്ഥലത്ത് മനുഷ്യനല്ലാത്ത ഒരു ഗണത്തിനെ പോയി അറ്റാക്ക് ചെയ്ത് ബ്രഹ്മാസ്ത്രവും ഒക്കെ വിട്ട് നശിപ്പിച്ച് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ വേണ്ടി തന്ന സ്ഥലമാണ്, രാമൻ തന്ന സ്ഥലമാണിത്. ഭാരതീയ എന്നൊക്കെ പറഞ്ഞ പല പല കാര്യങ്ങളും പേരുകളും ഉണ്ടെങ്കിലും രാമന്റെ ചേട്ടൻ അല്ലെങ്കിൽ അനിയനാണ്.
ആരായിരുന്നു? ചേട്ടനായിരുന്നു, ബ്രാഹ്മന്റെ ബ്രദർ ആയിരുന്നു. ഹി ലുക്ഡ് ആഫ്റ്റർ ദിസ് കൺട്രി വെൻ രാമ വാസ് ഇൻ എക്സൈൽ. ഡു യു നോ ദ നെയിം ഓഫ് ദാറ്റ് കിങ്? ഭരതൻ. ഓ, ഭരത മഹാരാജാവ് രാമന് വേണ്ടി ഭരിച്ച മണ്ണിന്റെ പേരാണ് ഭാരതം. മനസ്സിലായോ? ഭരത മഹാരാജാവ് ഈസ് ദി ബ്രദർ ഓഫ് ഹാഫ് ബ്രദർ ഓഫ് രാമൻ. രാമനെ കാട്ടിലേക്ക് വിട്ടപ്പോ ഭരതൻ എന്താ പറഞ്ഞത്? നീ പോയി അത് ചെയ്തിട്ട് വരൂ, പോയിട്ട് വരുന്നവരെ നിന്റെ പേരിൽ ഞാൻ ഭരിക്കും. എന്നിട്ട് ഭരതൻ എന്താ ചെയ്തത്? സിംഹാസനത്തിൽ രാമന്റെ ചെരുപ്പെടുത്ത് വെച്ചിട്ട് അതിന് താഴെ ഒരു ചെയറിട്ടാണ് ഭാരതം ഭരിച്ചത്. എനിക്ക് പലപ്പോഴും ഈ മിത്തോളജി അനുനാക്കി എങ്ങനെയും കണക്ട് ചെയ്യാൻ പറ്റണം നോക്കിയിട്ട്. ഉറപ്പായിട്ടും ഈ ഇന്ത്യൻ മിത്തോളജിയും അനുനാക്കി മിത്തോളജിയും കൂടെ കണക്ട് ചെയ്ത് വരുന്ന ഒരു പോഡ്കാസ്റ്റ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് കമ്മിങ് മേ ബി 2 weeks 3 weeks വരും. പക്ഷെ അതൊരു എപ്പിസോഡ് തന്നെ ആയിരിക്കും. ബിക്കോസ് വി ഹാവ് നെയിംസ്, വി ഹാവ് കണക്ഷൻസ്, വി ഹാവ് എവറിത്തിങ്. അപ്പൊ അത് പറഞ്ഞ പോലെ ഇന്ദ്രപ്രസ്ഥ എങ്ങനെയാണ് ഇന്ദ്രന് കിട്ടിയതെന്ന് നിങ്ങൾക്കറിയാവോ? ഇന്ദ്രന് കിട്ടിയത് യഥാർത്ഥത്തിൽ ഇന്ദ്രപ്രസ്ഥ എന്ന് പറയുന്ന ഒരു കാടായിരുന്നു. ഖാണ്ഡവ എന്ന് പറയുന്ന, പാണ്ഡവയല്ല ഖാണ്ഡവ എന്ന് പറയുന്ന ഒരു വലിയ ഫോറസ്റ്റ് ആയിരുന്നു. ആൻഡ് ദീസ് ഫോറസ്റ്റ് ആർ ഫുൾ ഓഫ് നാഗൻസ്. നാഗാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പാമ്പല്ല, അതിന് നമ്മൾ സർപ്പങ്ങൾ എന്നാണ് പറയുന്നത്. നാഗാസ് ഈസ് എ ഹ്യൂമൻ ബീയിങ് ഹാവിങ് റെപ്റ്റിലിയൻ ഫീച്ചേഴ്സ്. നാഗാസ് ആയിരുന്നു ലോകം ഫുള്ള്. ആ നാഗാസിനെ നമ്മളുടെ ദൈവങ്ങൾ എന്ന് പറയുന്ന ആളുകൾ എല്ലായിടത്തു നിന്നും ഓടിച്ചാണ് ലാൻഡ് പിടിച്ചടക്കിയത്. അപ്പോൾ ഈ നമ്മൾ ജീവിക്കുന്ന ലാൻഡ്, ഈ മോസ്റ്റ് ഓഫ് ദി ഈസ്റ്റേൺ വേൾഡ്സ്, കംബോഡിയ, സൗത്ത് അമേരിക്ക, എല്ലാ നമ്മുടെ പ്ലാനറ്റിലെ എല്ലാ സ്ഥലത്തും നാഗങ്ങളായിരുന്നു മോസ്റ്റ് പ്രോമിനന്റ്. അപ്പോൾ ഈ നാഗങ്ങള് ഈ ഖാണ്ഡവ എന്ന് പറയുന്ന വനത്തിൽ നിന്ന് ഓടിച്ച്, ഖാണ്ഡവനം എന്താണ് ചെയ്തത്? ഇന്ദ്രന്റെ ആളുകൾ കത്തിച്ച്, വനം മൊത്തം കത്തിച്ച്, നാഗങ്ങളെ എല്ലാരും കത്തിച്ച് കൊന്ന് അവിടെ ഇന്ദ്രപ്രസ്ഥം സ്ഥാപിക്കുകയാണ് ചെയ്തത്. ആ ഇന്ദ്രപ്രസ്ഥത്തിന്റെ സ്ഥലം വഴിമാറി കൈമാറി ഇപ്പം മോഡി സാറിന്റെ കയ്യിലിരിക്കുന്നത്. അതിനെ മനസ്സിലായോ? ഈവൻ നമുക്കിത് അറിയത്തില്ലെങ്കിലും ദേനോ അവിടുന്ന് പവർ. ഇന്ദ്രൻ ഇരുന്ന അതേ സിംഹാസനത്തിലാണ് ഇന്ന് നരേന്ദ്രമോദി ഇരിക്കുന്നത്. സിംഹാസനം എന്ന് പറയുമ്പോൾ ലീഡർ ഓഫ് ഭാരത്, ലീഡർ ഓഫ് ദ ഫ്രീ വേൾഡ്. അമേരിക്ക ഇസ് നോട്ട് ദ ലീഡർ ഓഫ് ഫ്രീ വേൾഡ്. ഐ ഹാവ് ബീൻ ടു നോർത്ത് വേൾഡ്. ഞാൻ വെസ്റ്റേണിലെ കാനഡയിൽ ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ്സ് എ വെരി എന്താ പറയുന്നത്, wretched place to live എന്ന് പറഞ്ഞാൽ സ്ലേവറിയാണ് അവിടെ നടക്കുന്നത്. 80-85 വയസ്സുള്ള ആളുകൾ ജോലിക്ക് പോയില്ലെങ്കിൽ ദേ ആർ ലിറ്ററലി പട്ടിണി. നോ ഫാമിലി, നോ കൾച്ചർ, നോ റിലീജിയൻ, നോ ഗോഡ്സ്. അവിടെ ഗേ ജീസസിനെ പണിഞ്ഞുകൊണ്ടിരിക്കുക അവർ. ഐ മീൻ, ഞാനിത് പറയുന്നത് അവിടെ നടക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ചിരിക്കാൻ എളുപ്പമാണ്. അവിടെ ഗേ ജീസസിന്റെ റെയിൻബോ പള്ളി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാനഡയിൽ. സീൻ സ്ഥലമാണ്, അതുകൊണ്ട് നമുക്ക് അതിൽ പോവാം. അങ്ങനെ നാഗങ്ങളെ അടുത്തോട്ട് പോവാം. നാഗങ്ങളെ തള്ളി വിട്ടിട്ട് അവസാനം വന്ന ആളുകളാണ് ഇവര്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഈ വെസ്റ്റേൺ വേൾഡിലെ കഥകൾ നോക്കിയാൽ അവിടെയും വന്ന ഈ ഗോഡ്സ്, ഈ ഹെർക്കുലീസ് ആയാലും സിയൂസ് ആണെങ്കിലും മെസായ ആണെങ്കിലും, അവരുടെ ഏറ്റവും വലിയ ഫൈറ്റ് ദ 7 hooded സർപ്പന്റ്, അല്ലെങ്കിൽ കടലിൽ നിന്ന് അല്ലെങ്കിൽ കരയിൽ ജീവിക്കുന്ന ദ ലെവയത്തൻ. ഇതെല്ലാം സർപ്പന്റ് ബീയിങ്സ് ആണ്. ഈ സർപ്പന്റ് ബീയിങ്സുമായിട്ട് ഫൈറ്റ് ചെയ്ത് സർപ്പന്റ് ബീയിങ്സിനെ കടല് കടത്തുന്നത് അല്ലെങ്കിൽ സർപ്പന്റ് ബീയിങ്സിനെ കൊന്നിട്ട് ലാൻഡ് എടുക്കുന്നതാണ് ലോകത്തിലെ എല്ലാ കഥകളും, എല്ലാ കൾച്ചറും. ഹീറോയിക് സ്റ്റോറിയാണ്. ബട്ട് ഇൻ ദി പെർസ്പെക്റ്റീവ് ഓഫ് ദി സർപ്പൻസ്, അവര് ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ലാൻഡ്, ദ ഗോഡ്സ് കെയിം ഫ്രം ദ ഹെവൻ വിത്ത് മൈറ്റി വെപ്പൺസ്. വെൻ വി വെയർ ഗിവിങ് ഹ്യൂമൻസ്, നമ്മൾ ഹ്യൂമൻസിന് അറിവും യോഗയും ടെലിപ്പതിയും ടെലികമ്മ്യൂണിക്കേഷനും അരിയും സാധനങ്ങളും വെച്ച് പറഞ്ഞ് കാര്യങ്ങൾ കൊടുത്ത് ഹാർമണിയിൽ ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ദ ഗോഡ്ലി ബീയിങ്സ് കെയിം ഫ്രം ദ ഹെവൻസ് ആൻഡ് ടുക്ക് ഓൾ ഓവർ ദ എർത്ത് ആൻഡ് ടുക്ക് ഹ്യൂമൻസ് ക്യാപ്റ്റീവ്. അപ്പം നാഗാസ് ആർ ദ നേറ്റീവ്. നാഗാസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നാഗ സർപ്പന്റൈൻ റെപ്റ്റിലിയൻ ബീയിങ്സ് ആർ ദി നേറ്റീവ് ക്രീച്ചേഴ്സ് ഓഫ് എർത്ത്, നോട്ട് ഹ്യൂമൻസ്, നോട്ട് ഗോഡ്സ്. അതുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾക്കറിയാം, നിങ്ങൾ ഹിന്ദു വീട്ടിലാണ്, ഹിന്ദു ട്രഡീഷൻസ് ട്രാവൽ ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും അറിയാം, നിങ്ങളുടെ തറവാട്ടില് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടില് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ വീട്ടില്
വീട്ടിലെ സ്ഥലത്ത് ചെന്ന് അമ്മൂമ്മമാരോടോ അപ്പൂപ്പന്മാരോടോ ചോദിച്ചാൽ പറയും നാഗസ്ഥാനം ഉണ്ടോ എന്ന് ചോദിക്കണം. വീട്ടില് ഇപ്പോഴും പല ഹിന്ദു മിത്തോളജിയിലും നമ്മളുടെ വീട്ടിലും നിങ്ങളുടെ വീട്ടിലും പണിഞ്ഞ ഹിന്ദു വീടാണെങ്കിൽ നമ്മളൊരു നാഗസ്ഥാനം വെക്കും. നാഗസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തറവാട് പണിയുമ്പോൾ പണ്ടത്തെ കാലത്ത് ഒരു ചെറിയൊരു സ്ഥലം, ഒരു കോർണറിൽ ഒരു ബിൽഡിംഗ് പോലെ ഒരു കുറച്ച് സ്ഥലം കെട്ടി വെക്കും. കുടുംബക്കാവ് പോലെ നാഗസ്ഥാനം കെട്ടിവെക്കും. എന്നിട്ട് എന്തിനാണ് ഈ നാഗസ്ഥാനം എന്നറിയാമോ? നാഗസ്ഥാനം എന്തിനാണെന്ന് നമ്മൾ മുത്തച്ഛന്മാരോട് ചോദിച്ചാൽ മുത്തച്ഛന്മാരോട് നിഷ്കളങ്കമായിട്ട് അവർ കളങ്കമില്ലാതെ പറഞ്ഞു തരും. മക്കളെ, അവരുടെ ഭൂമിയായിരുന്നു. അവർക്ക് ഈ റെപ്റ്റിലിയനും അവർക്ക് അനുനാക്കിയും നാഗാസിന്റെ കഥ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ദേ ഓൺലി നോ ദി നേറ്റീവ് ഫോക്ലോർ. അവരുടെ ഭൂമിയാണിത്. അപ്പൊ അവരെ കൊന്നിട്ടാണ് നമ്മൾ മനുഷ്യർ വന്നത്. അപ്പോൾ അവരുടെ ഭൂമിയിൽ ഞാൻ വീട് വെക്കുകയാണ്. പക്ഷേ ഞങ്ങൾ നിങ്ങൾക്കെതിരല്ല. നിങ്ങൾ എപ്പോൾ തിരിച്ചു വന്നാലും നിങ്ങളുടെ ഭൂമിയിൽ, എൻ്റെ വീട്ടിൽ നിങ്ങൾക്കൊരു റൂം, മനസ്സിലായോ? നിങ്ങൾക്കൊരു സ്ഥലം. അതാണ് നാഗസ്ഥാനം. ടിൽ ടുഡേ പീപ്പിൾ ആർ ബിൽഡിങ് ഇറ്റ്. കഴിഞ്ഞ 50,000 അല്ലെ 60,000 അല്ലെങ്കിൽ 1,00,000 വർഷങ്ങൾക്ക് മുന്നേ നടന്ന യുദ്ധമാണ്. ഇപ്പോഴും നമ്മൾ നാഗസ്ഥാനം പണിയുന്നത്. നാഗങ്ങളുടെ ഭൂമിയാണിത്, ഞങ്ങൾ നിങ്ങളുടെ നിന്ന് എടുത്തതാണ്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് സ്ഥലമുണ്ട്, നിങ്ങളുടെ ഭൂമിയാണെന്ന് ഐ അക്നോളജ് ആൻഡ് യുവർ പ്ലേസ് ഈസ് ഹിയർ. അതുകൊണ്ടാണ് എല്ലാ വീട്ടിലും നാഗസ്ഥാനങ്ങൾ ഉണ്ടാവുന്നത്. എനിക്ക് വേറെ സംഭവം, നമ്മൾ ഈസ്റ്റേൺ മിത്തോളജിയിലുള്ള എല്ലാ പവർഫുൾ ഗോഡ്സിനും സം വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെ കൺട്രോൾ ഓവർ സ്നേക്സ് ഉണ്ട്. ഉറപ്പായിട്ടും ഉണ്ട്. അതായത് ഇപ്പൊ എല്ലാ പടത്തിലും, ഇപ്പൊ വിഷ്ണുവിന്റെ പടത്തിലായാലും ശരി, ശിവന്റെ പടത്തിലായാലും ശരി, എല്ലാരും ഇപ്പൊ ശിവന്റെ ചുറ്റിയിരിക്കുക, ശിവൻ പറയുന്ന കേൾക്കുന്ന ഒരു നാഗം. വിഷ്ണു ആണെങ്കിൽ വിഷ്ണുവിന്റെ, മനസ്സിലായ 7 സെർപ്പന്റെയും പ്രൊട്ടക്ഷൻ. അത് മാത്രമല്ല, നമ്മൾ യഥാർത്ഥത്തിൽ വി വേർ നാഗ വർഷിപ്പ്, നാഗങ്ങളെ വർഷിപ്പ് ചെയ്യുന്ന ഒരു റെപ്റ്റിലിയൻ ബീയിങ്സിനെ വർഷിപ്പ് ചെയ്യുന്ന ഒരാളുകളായിരുന്നു നമ്മളുടെ ഗോഡ്സ്. നമ്മളല്ല നമ്മളുടെ ഗോഡ്സ്. കാരണം ശിവൻ ലോകത്തിലെ ഏറ്റവും അറഗന്റ് ആയിട്ടുള്ള ഡിസ്ട്രോയർ ആണ്. പക്ഷെ ശിവൻ ഒറ്റൊരു സാധനത്തിന് റെക്കോർഡാവുന്നുണ്ടല്ലോ, ശിവൻ ഒരൊറ്റൊരു സാധനത്തിനെ നമ്മളുടെ പുള്ളിയുടെ കഴുത്തിന് ഒപ്പം, പുള്ളിയുടെ തലയുടെ ഒപ്പം പുള്ളി ഒരൊറ്റ സാധനത്തിനെ വെക്കും. ദാറ്റ് ഈസ് വാസുകി. വാസുകി എന്ന് പറയുന്ന നാഗരാജൻ. അതുപോലെ തന്നെ വിഷ്ണു ഈസ് ദി ക്രിയേറ്റർ ഓഫ് ദി യൂണിവേഴ്സ്. ലോകം മുഴുവൻ അയാൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഭൂമിയിലെ വിഷ്ണുവിന്റെ ഡെപ്പിക്ഷൻ എങ്ങനെയാണ്? എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഭൂമിയിൽ വിഷ്ണു റെസ്റ്റ് ചെയ്യുന്നത്, മിൽക്കി വേയിൽ വിഷ്ണു റെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത് ഒരു നാഗത്തിന്റെ ബെഡിലാണ്. അത് തന്നെയാണ് ദേ കെയിം ആൻഡ് ടുക്ക് ദി ബെഡ് ഓഫ് നാഗാസ്. നാഗത്തിന്റെ സ്ഥലത്തിനെ അവര് ബെഡാക്കി എന്നാണ് കാണിക്കുന്നത്. ഈ നാഗമാണിക്യം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നാഗമാണിക്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ഒരു സാധനമാണ്. എന്ന് പറഞ്ഞാൽ ചില സർപ്പങ്ങളുടെ, യഥാർത്ഥത്തിൽ നാഗാസിന്റെ തലയിൽ ഇവിടെ ഒരു സാധനത്തില് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴും ഉണ്ട്, യൂട്യൂബിൽ നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ പറ്റും. പക്ഷെ ഭയങ്കര സെൻസേർഡ് ആണ്. യൂട്യൂബിൽ കിട്ടും. നാഗങ്ങളുടെ ഇവിടെ ഒരു കല്ല് വരും. അത് വർഷങ്ങളായിട്ട് ഇവരുടെ എന്താ പറയുന്നത്, പാമ്പിന്റെ വിഷം ചീറ്റാനുള്ള കഴിവ് നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഓറലി ചീറ്റാനുള്ള കഴിവ് നഷ്ടപ്പെടും. ഇത് അടയുമ്പോൾ ഇത് വിഷം പ്രൊഡ്യൂസായി ഇത് മറ്റേ ഭൂമിയിലെ അടിയിൽ വെള്ളത്തിനടുത്ത് പേളുണ്ടാവത്തില്ലേ, അതുപോലെ ബ്രെയിനിന്റെ വെളിയിൽ ഈ വിഷത്തിന്റെ സാധനം ഇരുന്ന് സോളിഡിഫൈ ചെയ്ത് നമുക്ക് അത് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഒരു ബ്ലഡ് കളറിൽ, അല്ലെങ്കിൽ ഒരു ഗ്രീൻ ബ്ലഡ് കളർ എന്നാണ് അതിന് പറയുന്നത്. അതിനാണ് പറയുന്നത് നാഗമാണിക്യം. ടിൽ ടുഡേ വി ക്യാൻ, ബട്ട് ഇറ്റ് ഈസ് വെരി എക്സ്ട്രീംലി റെയർ. എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും മിത്തോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉറപ്പായിട്ടും ഉണ്ട്. ബിക്കോസ് ഓൾ അവർ ഗോഡ്സ്, സോ കോൾഡ് ഗോഡ്സ്, were depicted having the same nagamani in their heads. So that would imply that our gods were in the offsprings of Nagas and the gods who came. വന്ന ഏലിയൻസും നാഗയും തമ്മിൽ ഇന്റർബ്രീഡിങ് നടന്നു. എന്ന് പറഞ്ഞാൽ ഗോഡ് കശ്യപ എന്ന് പറയുന്ന നാഗ രാജാവാണ്. മനുഷ്യനാണ്, പക്ഷെ നാഗ രാജാവാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, കശ്യപയുടെ അച്ഛൻ ദൈവഗണത്തിലും അമ്മ നാഗിനിയുമായിരുന്നു. അതായത് പ്യുവർ ഇന്റർബ്രീഡിങ്. അപ്പൊ പുള്ളിക്ക് ഇതുണ്ടായിരുന്നു, നാഗമാണിക്യം വരുമായിരുന്നു. എപ്പോഴാണ്? വയസ്സാവുന്ന പറഞ്ഞാൽ വയസ്സനല്ല, ചിന്തിക്കുമ്പോഴും ഒരു ഒരു എന്താ പറയുന്നത്, ഏജ് ഫൈൻ ലൈക്ക് വൈൻ എന്നൊക്കെ പറയത്തില്ലേ, ആ സാധനം ആവുമ്പോ മാണിക്യം വരുമായിരുന്നു എന്നാണ് പറയുന്നത്. ദീസ് ആർ നോട്ട് സ്റ്റോറീസ്, ദീസ് ആർ സ്റ്റിൽ സീൻ ടുഡേ. ഇന്നത്തെ സർപ്പങ്ങളിലും അത് വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ടോട്ട് ടു ഹാവ് എബിലിറ്റീസ് ഫോർ ബ്രിങ്ങിങ് ലക്ക്.
എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പാമ്പുകളെ പല രീതിയിലും ഇതുപോലെ സർപ്പന്റ് ഇതിനൊക്കെ വേണ്ടി ഉപയോഗിച്ചതും കൊല്ലുന്നതും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കാം, ഭയങ്കര സെൻസേർഡ് ആണ്. കാണാൻ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാം. ആ ഡയമണ്ട് എക്സ്ട്രാക്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. മറ്റേ ലൈറ്റ് കത്തി നിൽക്കുന്ന ഫേക്ക് വീഡിയോസ് അല്ല ഞാൻ പറയുന്നത്, റിയൽ വീഡിയോസ്. Like, is it really a pearl? Yeah, it is. I have seen it in screen but not in real life. അല്ല, അത് വാല്യുബിൾ ആണോ? ബ്രോ, ഇറ്റ്സ് വാല്യുബിൾ ആസ് ഹെൽ. എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയിൽ അതിനെപ്പറ്റി പറയുന്നത്, ഭിക്ഷക്കാരന് നാഗമാണിക്യം കിട്ടിയാൽ യു ഡോണ്ട് സ്പീക്ക് എനിത്തിങ് അബൌട്ട് ഹിം ബിക്കോസ് വെൻ ഹി ബിക്കം കിങ് ഹി വിൽ പണിഷ് യു. അവൻ കിങ് ആവുമെന്നല്ല, കിങ് ആവുമ്പോ അവൻ നിന്നെ തിരിച്ചു തല്ലൂന്നാ പറയുന്നത്. അതാണ് നാഗമാണിക്യത്തിന്റെ പവർ. ആൻഡ് ബ്ലാക്ക് മാർക്കറ്റിലെ നാഗമാണിക്യം, ഇരുതലമൂരി, ഇതിനൊക്കെ എന്തിനാ 10 കോടി 100 കോടിയൊക്കെ? യു തിങ്ക് നമ്മളിത് ഏഷ്യാനെറ്റ് ന്യൂസിലും റിപ്പോർട്ടർ ചാനലിലും കാണുമ്പോൾ ഇവനൊക്കെ വട്ടാന്ന് പറയും. നോ, ദേ നോ ടു മച്ച് അബൌട്ട് ദീസ് തിങ്സ്. അപ്പോൾ അതുപോലെ നമുക്ക് ഈ ചൈനയിലേക്ക് ഒരു കഥയുണ്ട്. ചൈനയിലേക്ക് പോകുമ്പോൾ എന്താ പറയുന്നത്, യെല്ലോ ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു ഡ്രാഗൺ എംപററിനെ പറ്റിയൊരു കഥയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാബലി നമ്മളുടെ ഈസ്റ്റിലേക്ക്, നമ്മൾ ഇന്തോനേഷ്യയിലേക്ക് പോയ കഥ പറഞ്ഞപ്പോൾ മഹാബലി ചൈന വഴിയാണ് ഒബിയസ്ലി പോകുന്നത്. ഈസ് ഗോയിങ് ടു ഇന്തോനേഷ്യ. ആൻഡ് പുള്ളി പോകുന്ന വഴിയൊക്കെ പറയുന്നുണ്ട്, ആദ്യമേ ചിന്നിൽ പോയി ചിന്നിലിറങ്ങിയ ആളുകളെ സഹായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പുള്ളി മറ്റേ സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. മറ്റേ സ്ഥലത്ത് കുറെ ഐലൻഡുകളാണ്, ഐലൻഡുകളിൽ ഒരു വലിയ ഐലൻഡിൽ പോകുന്നു, ഇന്തോനേഷ്യ. അപ്പോൾ പുള്ളി മഹാബലി അവിടെ പോയെന്ന് പറയുന്ന ഒരു ഫോക്ലോർ ഹിന്ദു മിത്തോളജിയിൽ അവിടെ എവിടെയും തൊടാതെ പറയുന്നുണ്ട്. യു ക്യാൻ ഇന്റർപ്രറ്റ്. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ഡിഗിങ് ഓൺ എന്താ പറയുന്നത്, ദി ചൈനീസ് മിത്തോളജി. ചൈനീസ് മിത്തോളജിയിൽ ഐ ബിക്കെയിം ഫാബ്രിക്കാസ്റ്റഡ്. ആ സാധനം വന്ന് എന്താന്ന് വെച്ചാൽ, ഡു യു നോ ഹൗ ചൈനീസ് മിത്തോളജി ഓഫ് ഹ്യൂമൻ കൈൻഡ് ഒറിജിൻ? ഹ്യൂമൻ എങ്ങനെ ഒറിജിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, their humankind got civilized and came into being with the fall of the yellow emperor, the dragon emperor from the sky. Oh, again Anunnaki story. Yes, എന്ന് പറഞ്ഞാൽ ചൈനീസ് മിത്തോളജി അനുസരിച്ച് യെല്ലോ എംപറർ സ്കൈയിലൂടെ പറന്നു പോകുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ ചൈനീസ് ആളുകൾ ഭയങ്കര കഷ്ടതയിലും പുവറായിട്ടും ജീവിക്കുന്നത് കണ്ട് വിഷമം തോന്നി താഴോട്ട് വരുന്നു. എന്നിട്ട് അവർക്ക് സിവിലൈസേഷൻ, എന്നിട്ട് അവർക്ക് ടെക്നോളജി, ഫാമിങ്, അഗ്രികൾച്ചർ, ഫെർട്ടിലിറ്റി, മെഡിസിൻ പറഞ്ഞു കൊടുത്തിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ചൈനീസ് ഡ്രാഗൺ അല്ലെങ്കിൽ യെല്ലോ എംപറർ എന്നാ പറയുന്നത്, യെല്ലോ എംപറർ അവിടെ ബ്ലഡ് ലൈൻ ഉണ്ടാക്കി അത് പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് യെല്ലോ എംപറർ ഡ്രാഗന്റെ മണ്ടേ കയറി പറന്ന് 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 പോയി. അതും ദാറ്റ് വെൻ ടു ഈസ്റ്റ് വേർഡ്. സോ മഹാബലി പോയ പോലെ അല്ലെങ്കിൽ സപ്തഋഷീസ് പോയ പോലെ ഈസ്റ്റിലേക്ക് കംബോഡിയ അല്ലെങ്കിൽ ഇന്തോനേഷ്യ പോയ വഴി ചിന്നിൽ ഇറങ്ങുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ചിന്നിൽ ഇറങ്ങിയത് അപ്പോ ദേ വുഡ് ഹാവ് ബീൻ യൂസിങ് ദ സെയിം ക്രാഫ്റ്റ്. നമ്മുടെ കുക്കുക്കാനും വിരാക്കോച്ചയും വന്നെന്ന് പറഞ്ഞ ക്രാഫ്റ്റ് ഇല്ലേ, അതാണ് പറഞ്ഞത്. യെല്ലോ എംപറർ ഡ്രാഗന്റെ മുകളിൽ പറന്നാണ് വരുന്നത്. ആൻഡ് ഹി വാസ് ഓൾസോ നോൺ ആസ് ദ യെല്ലോ ഡ്രാഗൺ. ഡ്രാഗൺ മീൻസ് ഇറ്റ്സ് എ സർപ്പന്റൈൻ ബീങ്, ഇറ്റ്സ് എ റെപ്റ്റിലിയൻ. അത് വന്ന് തിരിച്ചിവിടെ വന്നാൽ എങ്ങനെയാണ് നാഗ കണക്ഷൻ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ദി എവിഡൻസസ് ആർ ടു മച്ച്. അപ്പോൾ അവരെങ്ങനെയാണ് പറയുന്നത് യെല്ലോ ഡ്രാഗൺ, യെല്ലോ എംപറർ എന്ന് എന്തിനാ പറയുന്നത്? ചിന്നിലെ ആളുകളെല്ലാം ഈ കളർ ഇരിക്കുമ്പോൾ ഒരു നമ്മളുടെ കളറിലുള്ള ഒരാൾ പോയി കഴിഞ്ഞാൽ ദേ വുഡ് ഹാവ് ബീൻ യെല്ലോ. സത്യം. യാ, അപ്പോൾ യെല്ലോ എംപറർ വന്ന് അവർക്ക് അവരുടെ ഒരു സ്പീഷീസ്, അവരുടെ മനുഷ്യരെ പിന്നെ മുഴുവൻ അവരുടെ മനുഷ്യരുടെ സ്പീഷീസ് ഇപ്പൊ അവിടെ ജീവിക്കുന്നവരെല്ലാം യെല്ലോ എംപററിന്റെ ഡിസെൻഡൻസ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്തോനേഷ്യയിലെ ആളുകളും പറയുന്നത്, സിവിലൈസ് ചെയ്ത് യെല്ലോ എംപററിന്റെ ഡിസെൻഡൻസ് ആണ് അവിടെ ഉള്ളതെന്ന്. ചിന്നും ഇന്തോനേഷ്യയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. ബട്ട് ആഫ്റ്റർ 20,000 years ആഫ്റ്റർ ദേ ലുക്ക് എക്സാക്ട്ലി ദ സെയിം. ചൈനക്കാരും ഇന്തോനേഷ്യക്കാരും ഒരുപോലല്ലേ ഇരിക്കുന്നത്. very small differences, but they are telling that they are from a common guy who came to civilize them from Central Asia. പറന്ന് വന്ന് സിവിലൈസ് ചെയ്ത് പറയുന്നതാണ്. ചിലപ്പോൾ they have been seeded by the Anunnaki എന്ന് അവർ പറയുന്നത്, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അവർ പറന്നു വന്ന് വരുന്ന ഗോഡ് എന്ന് പറയുന്നത് നമ്മുടെ അവിടുന്ന് പോയ ആളായിരിക്കാം.
ആയിരിക്കാമെന്ന് പറഞ്ഞത് ഇത്രയും തെളിവുകൾ ഞാൻ പറഞ്ഞത് ആയിരിക്കാമെന്നല്ല, ആയിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. We hope we are wrong. Yeah, we hope we are wrong. അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുന്നത്, ഇൻട്രസ്റ്റിംഗ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറയാന്ന് പറഞ്ഞ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജോഗ്രഫിക്കൽ തെളിവുകൾ ഇനി പറയാം. എന്ന് വെച്ചാൽ രാമായണയിൽ നമുക്ക് ഏൻഷ്യൻ ലാൻഡുകളെ പറ്റി ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. ഏൻഷ്യൻ ലാൻഡുകളെ പറ്റി പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ, സോ ഗൈസ്, റിഗാർഡിങ് രാമായണയിലെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കിലോട്ട് നമ്മളെ കഴിഞ്ഞ വീഡിയോയിലെ ഹൈപ്പ് ഇട്ട സംഭവത്തിലേക്ക് വരുമല്ലേ? ഹൈപ്പല്ല, ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളും രാമായണയിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിന്റെ 1-to-1 നമ്മുടെ ലൈഫിൽ നമുക്ക് അത് തെളിവായിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇത് മറ്റേ വേഴ്സസ് പറഞ്ഞിട്ട് അതൊന്നും അല്ല, ജോഗ്രഫിക്കൽ ആൻഡ് ഫിസിക്കൽ എവിഡൻസസ്. ഓക്കെ, അപ്പോൾ ഈ രാമായണത്തില് നമ്മുടെ സീതാമേഡത്തിനെ തട്ടിക്കൊണ്ടു പോകുന്നതാണ് കഥ. തട്ടിക്കൊണ്ട് പോകുന്നത് എങ്ങനെയാണ്? പുഷ്പക വിമാനത്തിൽ. നമ്മളിത് സുഖമായിട്ട് കേട്ടിട്ട് മലയാളികൾ വിശ്വസിക്കും, ഓക്കെ പുഷ്പം വന്നു വിമാനം പോലെ പോയി. വി നെവർ തിങ്ക് ദാറ്റ് ദേ ആർ റെഫറൻസിങ് ടു എ വിമാന ദാറ്റ് ലുക്സ് ലൈക്ക് എ പുഷ്പക്. അപ്പോ പുഷ്പക വിമാനത്തിൽ പോയിട്ട് അവിടെ വെച്ച് ഗരുഡനുമായിട്ട് ഒരു ഏരിയൽ ബാറ്റിൽ വരെ നടക്കുന്നുണ്ട്. ആൻഡ് ഗരുഡന്റെ ചിറക് വെട്ടി നശിച്ച് അത് വന്നൊരു പാറയിൽ വീഴുന്നുണ്ട്. അത് കേരളത്തിൽ തിരുവനന്തപുരത്തിനടുത്ത് ജഡായു പാറ എന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ഇതിനകത്ത് ഈ പോയി കഴിഞ്ഞ് തട്ടിക്കൊണ്ട് പോയതിന് ശേഷം ഇവര് വാനര ആർമി ആയിട്ട് കർണാടകയിലുള്ള ആളുകളെയാണ് വാനരന്മാരെന്ന് പറയുന്നത്. ബിക്കോസ് ദേ ആർ ലിവിങ് ഇൻ ദ ഫോറസ്റ്റ്. ആൻഡ് ഞങ്ങൾ ഇത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, വാനര ഡസന്റ് മീൻസ് ദേ ആർ കുരങ്ങ്, ദേ ആർ ഹ്യൂമൻസ്. നമ്മളിപ്പോ ഈജിപ്ഷ്യൻസ് എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ആഫ്രിക്കൻസ് എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ അറബ് എന്ന് പറയുന്ന പോലെ, അന്ന് വാൽമീകി ഏത് റേസ് ആയിരുന്നോ അവര് ബാക്കിയുള്ള റേസുകളെ ഓരോരോ പേരിലാണ് പറഞ്ഞത്. നമ്മളിപ്പോ എല്ലാരും ഹ്യൂമൻസ് എന്നാണ് പറയുന്നത്. ചൈനീസുകാരെ ഒരാളെ പറയണമെങ്കിൽ ചൈനീസ് എന്ന് പറയും. ഹോമോസാപ്പിയൻസ് ഹോമോ ഇറക്ടസും പോലെ. അതെ. അപ്പോ ഹോമോ ഇറക്ടസ് പോലെ ആവണമെന്നില്ല, ഏകദേശം സെയിം, ബട്ട് ജനറ്റിക്കലി കുറച്ച് ഡിഫറൻസുകളുണ്ട്. അപ്പോ ഈ വാനര എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. വാൻ നര. വാൻ എന്ന് പറഞ്ഞാൽ, വൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൻ എന്ന് പറഞ്ഞാൽ വനം, നരൻ എന്ന് പറഞ്ഞാല് മനുഷ്യൻ. വനര എന്ന് പറഞ്ഞാൽ, വനര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിലെ മനുഷ്യൻ. അത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് സോ സിമ്പിൾ. നമ്മളിപ്പോ ആദിവാസി എന്ന് പറയുന്ന പോലെ, ആദിവാസി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ആലോചിക്കുന്നത് കാട്ടിൽ ജീവിക്കുന്നവര്, ആദിവാസികൾ, അങ്ങനെയൊക്കെയല്ലേ. പക്ഷെ ആദിവാസിയുടെ അർത്ഥം നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട് വസിക്കുന്നത്. അതെ, ആദ്യം ഇവിടെ വസിച്ചിരുന്നവർ, അവരുടെ സ്ഥലം. ഹ്യൂമൻസ്, വെളുത്തവർ, ആര്യൻസ് ആദിവാസികളുടെ സ്ഥലം ഇൻവേഡ് ചെയ്ത പോലെ തന്നെയാണ് ഇന്ദ്രൻ നാഗാസിന്റെ സ്ഥലവും ഇൻവേഡ് ചെയ്തത്. സോ ഇറ്റ്സ് ഹാപ്പനിങ് എവറി ഡേ, ജസ്റ്റ് ദ സ്പീഷീസ് ആർ ചേഞ്ചിങ്. ഓക്കെ, അപ്പോൾ സുഗ്രീവൻ എന്ന് പറയുന്ന ആള് ഭയങ്കര വലിയ ആളായിരുന്നു, ആർമി കിങ് ആയിരുന്നു. പുള്ളി വാനര ആർമിക്ക് ഡയറക്ഷൻ കൊടുക്കുകയാണ്, ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്തിലോട്ടൊക്കെ പോകുമ്പോൾ. അപ്പൊ നിങ്ങൾ ഇത് കേട്ടോണം, എന്ത് ബ്രില്യൻ്റ്. ദിസ് ഈസ് ഹാപ്പനിങ് 14,000 years ago. 14,000 years ago നടന്ന കഥയാണ്. അപ്പൊ പുള്ളി ഈസ്റ്റിലേക്കുള്ള ഡയറക്ഷൻ കൊടുക്കുക. വാനര ആർമിയിൽ 4 ഡയറക്ഷനിലോട്ടും സീത അന്വേഷിച്ച് പോകണം. ഈസ്റ്റ് കമ്പനി ഇവിടെ വരും, നിങ്ങൾ ഈസ്റ്റിലേക്കാണ് പോകേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഈസ്റ്റിലേക്കുള്ള ഡയറക്ഷൻ കൊടുക്കുക. നിങ്ങൾ സെൻട്രൽ ഏഷ്യ പോവാ, എന്നിട്ട് അവിടെ നിന്ന് ഈസ്റ്റിലേക്ക് പോവാ. ഈസ്റ്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആദ്യം കാണും ദ ലാൻഡ് ഓഫ് സിൽവർ. ലാൻഡ് ഓഫ് സിൽവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തില് അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും തായ്ലൻഡിനെ അറിയപ്പെടുന്നത് ലാൻഡ് ഓഫ് സിൽവർ എന്നാണ്. ഇപ്പോഴും സിൽവർ എന്ന് അറിയപ്പെടുന്നത്, സിൽവർ ലാൻഡ് എന്ന് പറയുന്നത് തായ്ലൻഡിലാണ്. കാരണം ഇപ്പൊ മലേഷ്യ, കംബോഡിയ, സിൽവർ ലാൻഡ് എന്ന് പറയുന്നത് തായ്ലൻഡിന്റെ അടുത്തുള്ള സുന്ദാലാൻഡ് ആണ്. അപ്പൊ അങ്ങനെ തായ്ലൻഡിന് സിൽവർ ലാൻഡ് എത്തും. എന്നിട്ട് റോപ്യ ദ്വീപ് എന്ന് പറയുന്ന ദ്വീപെത്തും. ഈ തായ്ലൻഡ് കഴിഞ്ഞിട്ട് റോപ്യ ദ്വീപെത്തും. റോപ്യ ദ്വീപ് കഴിഞ്ഞിട്ട് അടുത്ത ദ്വീപിന്റെ പേരാണ് യാവാ ദ്വീപ്. യാവാ ദ്വീപിൽ എത്തിയിട്ട് യാവാ ദ്വീപിന്റെ പേരാണ് ലാൻഡ് ഓഫ് യവ. ഈ ലാൻഡ് ഓഫ് യവ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അവിടെ ഒരു ദ്വീപുണ്ട്. ഇന്തോനേഷ്യയിലെ ഒരു ദ്വീപിന്റെ പേരാണ് ജവ ദ്വീപ്. ജവ ദ്വീപ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗ്രെയിൻ ഉണ്ട്. ആ ഗ്രെയിനിന്റെ പേരാണ് ജവ. മൾട്ടിഗ്രെയിൻ, നമ്മൾ മില്ലറ്റ്സ് എന്നൊക്കെ പറയും. ജവ ഗ്രെയിൻ ആണ്. ജവ ഗ്രെയിൻ ഉള്ള സ്ഥലമാണ് ജവ ലാൻഡ്. നമ്മളിപ്പോ പറയുന്ന ആ ഐലൻഡിന്റെ പേര് ജവ ഐലൻഡ് എന്നാണ്, ജാവ ഐലൻഡ് എന്നൊക്കെ പറയും. ജാവ ഐലൻഡിനെ 14,000 വർഷങ്ങൾക്ക് മുന്നേ മില്ലറ്റ് പോലുള്ള യവ കിട്ടുന്ന ഐലൻഡ് അവിടെ ഉണ്ട്. യാവ ലാൻഡ്, യാവ ഐലൻഡ്, യാവ ദ്വീപ്. യാവ ദ്വീപ് ഇപ്പം ജാവ ഐലൻഡ് ആയി. സി
ജാവ യാവ. ആൻഡ് ജാവ എന്ന് പറഞ്ഞാലും ആ ഗ്രെയിൻ ആണ്, യാവ എന്ന് പറഞ്ഞാലും സെയിം ഗ്രെയിൻ ആണ് അർത്ഥം. അപ്പോ സെയിം സ്ഥലങ്ങള് തായ്ലൻഡിനെ പറ്റി പറയുന്നു, അത് കഴിഞ്ഞ് എന്തുവാ കടലിനകത്ത് കുറച്ച് ദ്വീപിനെ പറ്റി പറയുന്നു, അത് കഴിഞ്ഞ് യാവ ദ്വീപിനെ പറ്റി പറയുന്നു, അത് കഴിഞ്ഞ് പറയുന്നതാണ് യാവദ്വീപ് കഴിഞ്ഞാൽ വലിയൊരു സമുദ്രമാണ്. ഞാൻ പറയുന്നതല്ല, സുഗ്രീവൻ വാനര ആർമിക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. യാവദ്വീപ് കഴിഞ്ഞാൽ വലിയൊരു സമുദ്രമാണ്. പിന്നെ അവർ നോക്കിയപ്പോൾ ഇന്തോനേഷ്യ, നമ്മൾ മാപ്പ് നോക്കുമ്പോൾ ഇന്തോനേഷ്യ കഴിഞ്ഞിട്ട് പിന്നെ ഓഷനാണ്. ആൻഡ് ദാറ്റ് ഓഷൻ ഈസ് ദ പസഫിക് ഓഷൻ. പസഫിക് ഓഷൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? പസഫിക് ഓഷൻ വലുതാണ്. നിങ്ങൾ പസഫിക് ഓഷൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ലോർഡ് അനന്തന്റെ മലകളിലെത്തും. ലോർഡ് അനന്താസിന്റെ മലകളിലെത്തും. അത് നമ്മൾ എങ്ങനെ എത്തും എന്ന് അറിയുമ്പോൾ അവിടെ അനന്തന്റെ ഫ്ലാഗ് ഉണ്ട്. ആ ഫ്ലാഗ് ഒരു മലയിലുണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഇനി ഞാനൊരു വേഴ്സ് വായിച്ചു തരും. നിങ്ങൾ ഇത് മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അയക്കണമെങ്കിലോ രാമായണത്തിലെ എന്തെങ്കിലും സംശയം ഇത് ഫേക്ക് ആണെന്ന് പറയുന്നവർക്ക് ഈ സാധനം കട്ട് ചെയ്ത് അങ്ങോട്ട് അയച്ചങ്ങോട്ട് കൊടുക്കുക. രാമായണത്തിലെ ആ വേഴ്സ് എന്താണെന്ന് ഞാൻ വായിക്കാം. രാമായണത്തിൽ എഴുതി വെച്ചേക്കുന്നത് ത്രിശിര കാഞ്ചന സ്കേതു സ്ഥലസ്തസ്യ മഹാത്മന സ്ഥാപിത പർവര സാഗ്രേ. ഇതൊക്കെ കട്ട് ചെയ്യേണ്ട ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതെ, നോക്കിയാണ് വായിച്ചേക്കുന്നത്. ത്രിശിര കാഞ്ചന സ്കേതു സ്ഥലസ്തസ്യ മഹാത്മന സ്ഥാപിത പർവര സാഗ്രേ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം അവിടെ ഉണ്ട്. ആ സ്ഥലത്തിലെ അനന്തന്റെ ഫ്ലാഗ് അവിടെ മൗണ്ടനിലുണ്ട്. അപ്പം ഈ വാനരങ്ങാളി ചോദിച്ചാൽ ഞങ്ങൾ അവിടെ ചെന്നെന്ന് എങ്ങനെ അറിയുമെന്ന്. പേടിക്കണ്ട, അവിടെ അനന്തന്റെ ഫ്ലാഗ് അവിടെ ഉണ്ട്. നിങ്ങൾ അവിടെ ചെല്ലുമ്പം ഈ വേർഡ്സ് മനസ്സിൽ വെച്ചിട്ട് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അത് കാണാമെന്ന്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു ഫ്ലാഗ് ഇപ്പം ഞാൻ കാണിച്ചിട്ട് അതിനകത്ത് എഴുതിയേക്കുന്നത് ഞാൻ വായിച്ചു തരാം. ത്രിശിര. ത്രിശിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ശിര, 3 കോണ്. ഇറ്റ്സ് ട്രൈഡന്റ്. ത്രിശിര എന്ന് പറഞ്ഞാൽ ത്രിശിര ശൂലം എന്നൊക്കെ പറയുന്ന പോലെ ത്രിശൂലത്തിന്റെ സാധനമാണ് ത്രിശിര. ത്രിശില കാഞ്ചന. കാഞ്ചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ എ ഗോൾഡൻ കളർ. കാഞ്ചന എന്ന് പറഞ്ഞാൽ സ്വർണം, ഗോൾഡൻ. അത് കഴിഞ്ഞ് സ്കേതു. സ്കേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ എ സ്ട്രെയിറ്റ് പോൾ. ത്രിശിര കാഞ്ചന സ്കേതു. അത് കഴിഞ്ഞ് സ്ഥലാസ്തത മഹാത്മന. സ്ഥലാസ്തസ്യ മഹാത്മന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ഏരിയയിൽ വലിയൊരു പോളിലാണ് ഇത്രയും സാധനം എടുത്തു വെച്ചേക്കുന്നത്. ഇനി ആ പോളിലേക്ക് എന്താ പറഞ്ഞേക്കുന്നത്? സത്പിത പർവര സാഗ്ര. ഇതെല്ലാം ഒരു പർവ്വതത്തിന്റെ ഒരു ഭാഗത്ത് ടോപ്പിലായിട്ട് ചെയ്തു വെച്ചേക്കാണ്. സത്പിത പർവര സാഗ്ര എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പർവ്വതത്തിന്റെ സൈഡിൽ അല്ലെങ്കിൽ മലയുടെ മുകളിലെ സൈഡിൽ. അത് കഴിഞ്ഞ് വിരാജതി സർവേദിക. ഇതെല്ലാം കൂടി ഉള്ളതിന്റെ അടിയിൽ ഒരു വേദഭൂമി പോലെ വെച്ചേക്കാണ്. വിരാജതി സർവേദിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റെക്ടാങ്കുലർ. വേദം നടത്തുന്ന സ്ഥലമില്ലേ, ഹോമം നടത്തുന്ന റെക്ടാങ്കുലർ ബോക്സ്. ഇനി നിങ്ങൾ ഈ പടവും ഞാൻ പറഞ്ഞ വേഴ്സും തമ്മിൽ വായിക്കുക. ജസ്റ്റ് ഇമാജിൻ ദിസ് വാസ് റിട്ടൺ 14,000 years ago. Where is it എന്ന് പറഞ്ഞാൽ ഇതുള്ളത് പെറുവിന്റെ കോസ്റ്റിലാണ്. പെറുവിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം സൗത്ത് അമേരിക്കയിലോട്ട് എത്തുന്ന സ്ഥലമാണ് പെറുവിന്റെ കോസ്റ്റിൽ. സൗത്ത് അമേരിക്ക ഈസ്റ്റിലോട്ടാണ് പോകുന്നത്. ഈസ്റ്റ് എന്ന് പറയുന്നത് ഈസ്റ്റിന്റെ എൻഡ് ഫ്ലാഗ് ആണ് ഇത് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ഈസ്റ്റ് എന്ന് പറയുന്ന ഫ്ലാഗ് ആണ് ഇത്. ഈ ഫ്ലാഗ് അപ്പൊ നിങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ ഫേക്ക് അല്ലേ? നോ ഗൈസ്, ജസ്റ്റ് ഗൂഗിൾ മാപ്സ്. ഇന്നും അത് അവിടെ ഇതുപോലുണ്ട്. ഗൂഗിൾ ചെയ്യാൻ എളുപ്പത്തിന് ഞാൻ ഇതിന്റെ പേര് പറഞ്ഞു തരാം. കാന്റിലെബ്ര ഓഫ് ആൻഡസ്. കാന്റിലെബ്ര ഓഫ് ആൻഡസ് എന്ന് അടിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഈ പടം വരും. ഈ പടം അത് പെർഫെക്റ്റ് 1-to-1 കറസ്പോണ്ടൻസ് ആണ്. നിങ്ങൾ ഈ പടം എടുത്തിട്ട് ഞാൻ വായിച്ചു തന്നത് ഒന്നുകൂടെ വായിക്കണം. ത്രിശിര കാഞ്ചന സ്കേതു സ്ഥലസ്ഥിത മഹാത്മന. വലിയ സ്ഥലത്തിൽ ഇത്. സർവിത പർവര സാഗ്രെ. പർവ്വതത്തിന്റെ ബോളിലാണ് അതിനെ സ്ഥാപിച്ചേക്കുന്നത്. വിരാജതി സർവേദിക എന്ന് പറഞ്ഞാൽ അതൊരു വേദം, റെക്ടാങ്കുലർ വേദത്തിന്റെ അടിയിലാണ് പോൾ. സൂം ചെയ്ത് നോക്കുക, ആ റെക്ടാങ്കുലർ പോൾ വരെ കാണും. ഇതിന്റെ അടി ഇത് എത്രയുണ്ടെന്ന് വെച്ചാൽ ഏകദേശം ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി 800 feet long. And it is etched into the mountain so that anyone coming through the land, water, air or land will know this place is owned by the Ananta. മനസ്സിലായോ? And this was done 14,000 years ago ഉള്ള ബുക്കിലുണ്ട്. അപ്പൊ ഇമാജിൻ when this would have been done.
ഇപ്പോഴും ആൻഡസിൽ ജീവിക്കുന്ന നേറ്റീവ്സിനോട് ചോദിച്ചാൽ അവർ പറയും വി ഡോണ്ട് നോ. ഇത് നമ്മൾ വന്നപ്പോഴേ ഉണ്ട്, നമ്മുടെ ഗ്രാൻഡ് ഫാദേഴ്സ് വന്നപ്പോഴേ ഇവിടെ ഉണ്ട്. ഗ്രാൻഡ് ഫാദേഴ്സിനോട് ചോദിക്കുമ്പോൾ ഇത് ദൈവം പണിഞ്ഞതാണ്, ദൈവം വന്ന് പണിഞ്ഞിട്ട് പോയതാണ്, ഞങ്ങളെ കൊണ്ട് കല്ലും മണ്ണും പോലും പറക്കാൻ പറ്റത്തില്ല. ആൻഡ് നിങ്ങൾ ഈ പടം നോക്കണം, ഇത് ചെയ്യണം, ഇത് സീനാണ് സാധനം. ആൻഡ് എല്ലാ ഡീറ്റെയിൽസും അവിടെ തന്നെ ഉണ്ട്. ഇത് എങ്ങനെ വന്നു എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എല്ലാ ലെജൻഡിലും ഇത് എഴുതിയേക്കുന്നത് അവിടെ നേരത്തെ താമസിച്ച ആസ്തെക്സ് ആയാലും അതിന് മുന്നേ വന്ന മയൻസ് ആണെങ്കിലും ആസ്തെക്സ് ആയാലും ആരായാലും ദേ ഫൗണ്ട് ഇറ്റ്, ദേ ഡിഡ്ന്റ് ക്രിയേറ്റ് ഇറ്റ്, ഇറ്റ് വാസ് ഓൾവേസ് ദെയർ. അപ്പോ അങ്ങനെയാണ് പറയുന്നത്. അതും അവർക്കറിയില്ല, പക്ഷെ നമ്മളുടെ രാമായണത്തിൽ എഴുതിയിട്ടുണ്ട്. ഇത് എന്തിനാണ് എഴുതിയത്? മെയ്ഡ് ബൈ ഇന്ദ്രദേവനാണ് ഇത് പണിഞ്ഞത്. എന്തിനാണ്? ഈസ്റ്റേൺ ടെറിട്ടറി, പുള്ളിയുടെ ഈസ്റ്റേൺ ടെറിട്ടറിയുടെ എൻഡ് മാർക്ക് ചെയ്യാൻ. അത് എന്നാണ് പണിഞ്ഞത്? കൃതായുഗ എന്ന് പറഞ്ഞാൽ അതൊക്കെ രാമായണത്തിന് ഒത്തിരി ഒത്തിരി വർഷങ്ങൾ മുന്നെയാണ്. അപ്പോ ഇത്രയും ഡീറ്റെയിൽസ് ഇന്നും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനത്തിനെ പറ്റി 14,000 വർഷങ്ങൾക്ക് മുന്നേ പറയുന്ന ഒരു ബുക്കിനകത്ത് അവിടെ പോയാൽ ഇത് കാണാം എന്ന് പറയുവാണെങ്കിൽ ദാറ്റ് ഈസ് ഒത്തന്റിക്, ദാറ്റ് ഈസ് വെരി ഒത്തന്റിക്. അതുപോലെ തന്നെ രാവണൻ അവിടെ വിസിറ്റ് ചെയ്യുന്നെന്ന് പറയുന്നുണ്ട് രാമായണത്തില്. ഏകദേശം ശൂർപ്പണഖ മാരി ചെയ്യുന്ന ഒരാളുടെ കഥ പറയുന്നുണ്ട്. അപ്പൊ മാരി ചെയ്ത് പോയ ആളെ നമ്മളുടെ രാവണൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ രാവണൻ ചേസ് ചെയ്ത് പുള്ളിയെ കൊല്ലും. അങ്ങനെ ശൂർപ്പണഖ ഈ സ്ഥലത്ത് പോകുമെന്നാണ് പറയുന്നത്. ഈ സ്ഥലത്ത് പോയിട്ട് രാവണൻ തിരിച്ചു വിളിക്കാൻ പോകുമ്പോൾ ഇല്ല, ഞാൻ തിരിച്ച് പാതാളയിലേക്ക് പോവാന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടടുത്തുള്ള പാതാളയിലേക്ക് പോയെന്നാ പറയുന്നത്. ആൻഡ് അഗെയിൻ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ഈസ്റ്റേൺ ടെറിട്ടറി, ദാറ്റ് മീൻസ് സൗത്ത് തുടങ്ങി. സദേൺ അമേരിക്കയാണ് പാതാള, ഈ ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലം. Yeah, there are too many connections happening and we are just barely scratching the surface. അതുപോലെ തന്നെ രാമായണത്തിൽ ഇപ്പൊ ഞാൻ കൊടുക്കാം, ഇതെല്ലാം ഞാൻ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് നമ്മുടെ നീലേഷ് ഓക്ക് എന്ന് പറയുന്ന ഒരു അടിപൊളി സയന്റിസ്റ്റിന്റെ സാധനങ്ങളാണ്. ഐ എം പ്രൗഡ് ടു ബി യൂസിങ് ഹിസ് റിസോഴ്സസ്. ഇതൊന്നും ഞാൻ ഇവിടെ നിന്ന് കണ്ടുപിടിച്ചതല്ല, ഇതെല്ലാം രാമായണം പുള്ളി ഡീകോഡ് ചെയ്യുന്നതാണ്. പുള്ളി ഡീകോഡ് ചെയ്യുന്നത് ഞാൻ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് പുള്ളി സംസാരിക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു മലയാളത്തിൽ നമ്മളുടെ ഓഡിയൻസിന് വേണ്ടി. അപ്പോൾ രാമായണത്തിൽ അതുപോലെയും പറയുന്നുണ്ട്, സൗത്ത് അമേരിക്കയിൽ മാത്രം ഈ പാതാള ലോകത്തിൽ മാത്രം കാണുന്ന ഒരു വലിയ ജന്തുവാണ് എന്താ പറയുന്നത്, തല കീഴായിട്ട് കിടന്ന് രക്തം കുടിക്കുന്ന ഒരു കിളി. തല കീഴായിട്ട് കിടന്ന് രക്തം കുടിക്കുന്ന കിളി. അപ്പോൾ നമ്മളത് നോക്കി അപ്പോഴത്തേക്കും this most probably corresponds to what is hanging down in his leg, a bat. And bat who drinks blood is a vampire bat. And നമ്മൾ vampire bat എന്ന് നമ്മൾ സിനിമയിലും കാര്യങ്ങളിലും ബുക്കുകളിലും ഒക്കെ കാണും കേൾക്കും എപ്പോഴും ചെയ്യുന്നത്. വി തിങ്ക് vampire bats are every mysterious പ്ലേസിലും ഉണ്ടെന്ന്. ആൻഡ് യു നോ വൺ തിങ്, ഇത് പറഞ്ഞത് അവിടുത്തെ ഫോണയെയും പറ്റി വിശദീകരിക്കുമ്പോൾ അവിടെ കണ്ടൊരു പ്രത്യേക കാഴ്ചയാണ് ഇതെന്നാണ് പറഞ്ഞാണ് ഇത് പറയുന്നത്. And you know, vampire bats that drink blood exist only in the South American continent. Nowhere in the world we have found vampire bats. ഇവിടെ ലോക്കൽ ബാറ്റ്സ് ഒക്കെയോ? അത് ചോര കുടിക്കത്തില്ല മനുഷ്യന്റെ. There are bats of different types, but this demonic bat that drinks blood is only in South America. Do your research. അല്ല, അപ്പൊ വുഹാൻ ചൈനയിലൊക്കെ മറ്റേ ബാറ്റ്, അത് vampire bats അല്ലല്ലോ. ബാറ്റ് നമ്മുടെ മലയാളത്തിൽ നിപ്പ വൈറസ് കൊണ്ടുവരുന്ന ബാറ്റ് അല്ലേ, അതുപോലുള്ള ബാറ്റുകൾ പലതുണ്ട്. പക്ഷെ വാമ്പയർ ബാറ്റൊക്കെ മാങ്ങ ചപ്പുക. മാങ്ങ ചപ്പുക. അവിടെ ഉള്ളവര് ആളുകളെ കൊണ്ടിട്ട് ചപ്പും. കറണ്ട് പോയി, കറണ്ട് പോയിട്ട് തിരിച്ചു വന്നു ഗൈസ്. അപ്പോ സെന്റർ ഓഫ് മിൽക്കി അത് വെച്ച് പറഞ്ഞു തുടങ്ങാം. ഓക്കെ, അപ്പം പുള്ളിക്കാരൻ സുഗ്രീവൻ വേറൊരു മലയും പറ്റി പറയുന്നുണ്ട്. എന്ന് വെച്ചാല് ഇതേ സ്ഥലത്ത് പോയി അതിന് തൊട്ടടുത്ത് നമ്മൾ നേരത്തെ കാണിച്ചില്ല അനന്ത സിംബലിന്റെ അടുത്ത് തന്നെ വേറൊരു വലിയ മലയുണ്ട്. ഒരു മിൽക്കി ഓഷന്റെ സൈഡിലായിട്ട് ഒരു ജൈഗാൻറ്റിക് വൈറ്റ് മൗണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയൽ വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ബാക്കിയുള്ളതെല്ലാം ഗ്രീനും അതിൻ്റെ സൈഡിൽ ഭയങ്കരമായിട്ട് വെളുപ്പ്. ഇപ്പം നിങ്ങൾ ഗൂഗിൾ മാപ്സ് ഞാൻ ആ ലൊക്കേഷൻ പറയുമ്പോൾ എടുത്ത് നോക്കണം. അപ്പോൾ ആ മൗണ്ടൻ അവിടെ അവർ പറഞ്ഞ പേരെന്ന് പറഞ്ഞാൽ ഋഷഭ മൗണ്ടൻ എന്നാണ്. അതിൻ്റെ ഇടയിൽ കൂടെ 1-2 സ്ട്രീംസും റിവേഴ്സും ഒക്കെ പോകുന്നുണ്ട്. അപ്പം ഈ ഋഷഭ മൗണ്ടൻ നോക്കി ചെല്ലുമ്പോൾ ആ മൗണ്ടനിന് നമ്മൾ കറക്റ്റായിട്ട് 1-to-1 കൊറസ്പോണ്ടൻസ് ആണ് വരുന്നത് ലൊക്കേഷനിൽ, ദി ആൻഡീസിൽ.
പുള്ളി പറഞ്ഞ് ചെന്ന സ്ഥലം നോക്കി കടൽ കടന്ന് ആ കടലിന്റെ അവിടുത്തെ കരയിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ജൈഗാന്റിക് വൈറ്റ് മൗണ്ടൻ കാണാം, ആൻഡീസ് കാണാം. അങ്ങനെ ആൻഡീസ് മൗണ്ടന്റെ ഇതെല്ലാം കാണുന്നുണ്ട്. അങ്ങനെ ഈ നമ്മൾ നേരത്തെ കാണിച്ച ട്രൈഡന്റ് അടുത്താണ് ഇതുള്ളത്. ഇനി ഇതുപോലെ തന്നെ വേറൊരു മൗണ്ടനെ പറ്റി അവിടെ പറയുന്നുണ്ട്. ആ മൗണ്ടനെ പറ്റി ഞാൻ പിക്ക് ഇവിടെ കൊടുക്കാം. ആ പിക്കിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പെക്യൂലിയർ ആയിട്ട് കാണുന്നതെന്ന് പറഞ്ഞോ. ആ പെക്യൂലിയർ ആയിട്ട് കാണുന്ന മൗണ്ടനിന്റെ പേര് ഈ ട്രൈഡന്റിന്റെ അടുത്ത് തന്നെയാണ് ഇത് വരുന്നത്. എന്നിട്ട് പുള്ളി പറയും ഈ ട്രൈഡന്റിന്റെ അടുത്ത് വരുന്ന ഈ മലയുടെ ഒരു പെക്യൂലിയർ ആൻഡീസ് ആണ്, ആൻഡീസിന്റെ പെക്യൂലിയർ ആയിട്ട് തോന്നുന്നതാണ്. യു വിൽ സി, വാനരാസിനോട് പറയാണ്, നിങ്ങൾ എന്താ പറയുന്നത്, ബ്ലാക്ക് അനന്ത സർപ്പന്റിന്റെ തല പൊക്കി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് ഈ മൗണ്ടനിന്റെ ടോപ്പിൽ കാണാൻ പറ്റും എന്നാ പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് മൗണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭൂമി മൊത്തത്തിൽ നോക്കുമ്പം ഇതൊരു ഗൂഗിൾ മാപ്പിൽ നിന്ന് വൈറ്റ് കാണുമെങ്കിലും ആ മൗണ്ടനിന്റെ ടോപ്പ് ഏകദേശം ഒരു സ്ഥലത്ത് ഇത് ബ്ലാക്ക് കളർ ആയിരിക്കുമെന്നും ഒരു ബ്ലാക്ക് ഹുഡഡ് സർപ്പന്റ്, ബാക്കിയെല്ലാം വെളുത്തിരിക്കും പക്ഷെ അവിടെ മാത്രം കറുത്തിരിക്കും. ആ ബ്ലാക്ക് ഹുഡ് സർപ്പന്റ് ലോകം മുഴുവൻ അനന്തന്റെ തലയിൽ നിന്ന് ബ്ലാക്ക് ഹുഡഡ് സർപ്പന്റ് നോക്കും. അതിന് ചുറ്റും ആയിരക്കണക്കിന് ചെറിയ ചെറിയ തലകൾ പൊങ്ങി നിൽക്കും. എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല ചെയ്യുന്നത്, ഒരു വലിയ തല സ്നേക്കിനെ പോലെ അവിടെ നിൽക്കും. ഞാൻ ഫോട്ടോ കാണിക്കാം ഗൈസ്. അത് മാത്രമല്ല അതുപോലെ തന്നെ ബാക്കി മൗണ്ടൻസിന്റെ പീക്കുകളെല്ലാം ആയിരക്കണക്കിന് പീക്കുകൾ വേറെ ഉണ്ട്. സോ ഇറ്റ് വാസ് ക്ലിയർലി മെൻഷനിങ് ദ ആൻഡീസ്. അപ്പോൾ അങ്ങനെ എന്താ പറയുന്നത് പറഞ്ഞപ്പം ഇങ്ങനെ പറഞ്ഞു, ഓക്കെ മൗണ്ട് അനന്ത എന്നാണ് അവർ അന്ന് പറഞ്ഞത്. ഈ അനന്തന്റെ തല ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പത്തേക്കും അങ്ങനെ ഒരു മലയുണ്ട് ആൻഡീസിന് അടുത്താണ്, കറക്റ്റ് ആൻഡീസ് അല്ല, അവിടെ കുറെ മലനിരകളുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, മൗണ്ട് അനന്ത എന്ന പേര് ചുമ്മാ ഒന്ന് ടൈപ്പ് ചെയ്യുക. അപ്പം നിങ്ങൾ ആൻഡീസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയുടെ അടുത്ത് നിങ്ങൾ ഒരു മല കാണും. ആ മലയുടെ പിക്ചർ വെറുതെ ഒന്ന് സൂം ചെയ്ത് നോക്കുക. യു വിൽ ബി അമേസ്ഡ് ടു സീ ദാറ്റ് ദർ വിൽ ബി എ മൗണ്ടൻ വേർ അനന്ത എന്ന് പറയുന്ന ആളുടെ ബ്ലാക്ക് അനന്ത തല പൊക്കി ഹുഡായിട്ട് നിൽക്കുന്നത്. ബാക്കി തലകളെല്ലാം ചെറുതായിട്ട് ആയിരക്കണക്കിന് വേറെ ഉണ്ട്, പക്ഷെ ഒരു തല മാത്രം പൊക്കി നിൽക്കും, മൗണ്ട് അനന്തോ. അപ്പോൾ അങ്ങനെ 1000 ഹുഡഡ് സർപ്പൻസിന്റെ കണക്ക് പല സർപ്പത്തലകൾ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ഇവിടെ ഫോട്ടോയിൽ കൊടുക്കാം, അത് ഇച്ചിരി അടിപൊളിയാണ്. എന്നിട്ട് അവിടുത്തെ നേറ്റീവ്സിന്റെ മലയാളെ വിളിക്കുന്ന പേരാണ് ദ മൗണ്ട് അനന്ത. മൗണ്ട് അനന്തോ ANANTO എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ഈ മല കാണാൻ പറ്റും. മൗണ്ട് അനന്ത എന്നാണ് സൗത്ത് അമേരിക്കയിലെ നേറ്റീവ്സ് ഇപ്പോഴും ആ മൗണ്ടനെ വിളിക്കുന്നത്. ആ പേരെങ്ങനെ വന്നു, പേര് എവിടുന്ന് വന്നു എന്നൊന്നും നമുക്കറിയത്തില്ല. ബട്ട് കോയിൻസിഡൻസ് 14,000 വർഷങ്ങൾക്ക് മുന്നേ രാമായണത്തിൽ ആ മൗണ്ടനെ അനന്ത എന്ന് വിളിച്ചു. 14,000 വർഷങ്ങൾക്ക് ശേഷം 2025 ആ മൗണ്ടിനെ മൗണ്ട് അനന്റോ എന്ന് ആളുകൾ വിളിക്കുന്നു. വൈ നോബഡി നോസ്. പക്ഷെ ആ പാമ്പിന്റെ ഇത് നോക്കിയാൽ അറിയാം, അനന്തിന്റെ പോലെ ഏറ്റവും വലിയൊരു സ്ഥലത്തൊരു പാമ്പും ബാക്കിയെടുത്ത് 100 ചെറിയ ഹുഡ്സും ഉള്ളതുപോലെ തന്നെ നമുക്ക് ആ പടം കാണാം. ഞാൻ പടം ആഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ ഈസ്റ്റിലേക്ക് പോയ കാര്യമാണ് പറഞ്ഞത്. ഇനിയും പുള്ളി നോർത്തിലേക്ക് പോകുന്ന കുറച്ച് പെക്യൂലിയർ കാര്യങ്ങൾ പറയുന്നുണ്ട്. നോർത്തിലേക്ക് സീതയെ അന്വേഷിച്ച് പോകുന്ന ആർമീസിനാണ്. അപ്പോൾ ആ ആർമീസിലോട് സെൻട്രൽ ഏഷ്യ പോവുക, എന്നിട്ട് നേരെ പോകുമ്പോൾ നിങ്ങൾക്ക് കൈലാസം കാണാം. 14,000 years ago കൈലാസം കാണാം. കൈലാസം കണ്ടിട്ട് മൗണ്ട് കൈലാഷ് അത് കണ്ടിട്ട് പിന്നെ നിങ്ങൾ കുറച്ചുകൂടെ വെസ്റ്റേൺ നോർത്തിലേക്ക് പോകുമ്പോഴത്തേക്കും ബാരൻ ലാൻഡ് ആണ്, മരുഭൂമികൾ പോലെയാണ്. പിന്നെ കസാഖിസ്ഥാൻ എന്നൊക്കെ മറ്റേ അഫ്ഗാനിസ്ഥാൻ ബാരൻ ലാൻഡ് ആണ്. അവിടെ എല്ലാം ഭയങ്കര ഡ്രൈ ആണ്. ആ ലാൻഡിനെ പറയുന്ന സ്ഥലമാണ് ഉത്തര കുരു ലാൻഡ്. ഉത്തര കുരു ലാൻഡ്. കുരു എംപയർ ആയിരുന്നു. കുരു എംപയറിന്റെ നോർത്തേൺ കുരു. ഉത്തര കുരു ലാൻഡ് ആണ്. അവിടെ ഇതാണ്. എന്നിട്ട് കൈലാസത്തിന്റെ അവിടെ ട്രീസ് ഒന്നും കാണത്തില്ല. മനസരോവറിന്റെ അവിടെയും കൈലാസത്തിന്റെ അവിടെയും മരങ്ങളില്ല. ട്രീസ് ഒന്നും കാണത്തില്ല. അങ്ങനെ ഉത്തര കുരുവിൽ പോവും. എന്നിട്ട് പറഞ്ഞു ഉത്തര കുരുവും കഴിഞ്ഞിട്ട് മുകളിലോട്ട് പോവാണെങ്കിൽ ദെൻ കംസ് ദ ലാൻഡ് ഓഫ് എക്സ്ട്രീം കോൾഡ്. തൊടുന്നതിലും പിടിക്കുന്നതിലും എല്ലാം കൈ കറുത്ത് അഴുകിപ്പോകുന്ന തണുപ്പ്. ഫ്രോസ്റ്റ് ബൈറ്റ് ആണ് അവർ പറയുന്നത്. ഫ്രോസ്റ്റ് ബൈറ്റിനെ പറ്റി പറയാണ്. അതുപോലെ അവിടെ പോവരുത്, പോയി കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ച് ജീവനോടെ വരില്ല. അത് മാത്രമല്ല അവിടുത്തെ ഏറ്റവും വലിയൊരു പെക്യൂലിയർ കാര്യങ്ങളും അയാൾ
സുഗ്രീവൻ വാനരനോട് പറയുന്നു, രാത്രിയായാലും വെളിച്ചം വരും, എവിടുന്നോ വെളിച്ചം വരുന്നു, ആ വെളിച്ചം ഡാൻസ് ചെയ്യും, അതിൻ്റെ അടുത്ത് പോകരുത്, ആ വെളിച്ചം ഡാൻസ് ചെയ്യുമ്പോൾ കാണാൻ നല്ല രസമാണ്, പക്ഷേ ഈ ഡാൻസ് ചെയ്യുന്ന വെളിച്ചം കണ്ടാൽ നിങ്ങൾ ഉദ്ദേശിച്ചോ അപകടമലയാണ്, നിങ്ങൾ തിരിച്ചു വരിക. ഈ സ്ഥലത്തിന്റെ പേരാണ് ഉത്തര സമുദ്രത്തിന് മുന്നേ തൊട്ട് മുമ്പുള്ള ലാൻഡ്. ഉത്തര സമുദ്രം എന്ന് പറഞ്ഞാൽ ദ നോർത്തേൺ സീ, ആർട്ടിക് സീ. ആർട്ടിക് സീയുടെ അവിടെ രാത്രി കാലങ്ങളിൽ ഒരു ലൈറ്റ് വരും, അറോറ ബോറിയോളിസ്, ഡാൻസ് കളിക്കുന്ന ലൈറ്റ്. ബ്രോ, രാമായണത്തിൽ നമ്മൾ ഇത് വായിക്കുമ്പോൾ ഇതെന്ത് ബാഡ്, ഡാൻസ് കളിക്കുന്ന ലൈറ്റോ, ഇതൊക്കെ എന്ത് വൃത്തിയേട്. ബട്ട് വാട്ട് ഈസ് അറോറ ബോറിയോളിസ് ആക്ച്വലി ഡൂയിങ് ഇൻ സിമ്പിൾ മലയാളം വേർഡ്സ്? ഡാൻസ് കളിക്കുന്ന ലൈറ്റ്. ബ്രോ, ഹി വാസ് ഡിസ്ക്രൈബിങ് ഇറ്റ് 14,000 years ago ആൻഡ് ടു ദി പോയിന്റ്. കൈലാശയിൽ മരങ്ങളില്ല, അത് കഴിഞ്ഞ് ഉത്തരകുരുവിൽ പോകുന്നു, ഉത്തരകുരുവിൽ വെള്ളമില്ല, ഡ്രൈലാൻഡ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രോസ്റ്റ് ബൈറ്റ് അടിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് സീക്ക് മുമ്പുള്ള തൊട്ടുള്ള ലാൻഡിൽ വരുമ്പോൾ അറോറ ബോറിയോളിസ് കാണുന്നു. ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അറോറ ബോറിയോളിസ് ഓൺലി വി ക്യാൻ സീ ദം ഇൻ ദ സീയുടെ ബേയിലെ നമുക്ക് കാണാൻ പറ്റും. ഉത്തര സമുദ്രയുടെ തൊട്ട് മുന്നിൽ. ആൻഡ് ദീസ് ആർ വെരി, എന്താ പറയുന്നത്, ഡീറ്റെയിൽഡ് ഡെപ്പിക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും ഫേക്ക് ആയിരിക്കത്തില്ല. 14,000 വർഷങ്ങൾക്ക് മുന്നേ എഴുതിയതാണ്. അതിനർത്ഥം ഹി ഹാഡ് ദി നോളജ്. ഒരു വാനരന്മാരുടെ രാജാവിന് ഇത്രയും നോളജ് ഉണ്ടായിരുന്നെങ്കിൽ ഇമാജിൻ ദി നോളജ് അതർ ഗോഡ്സ് വെർ ഹാവിങ്. സത്യം, ഞാനത് തന്നെ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. അതെ, വാനരന്മാരുടെ രാജാവിനാണ് ഇത്രയും നോളജ് ഉള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് സൗത്തിനെ പറ്റിയും പറയുന്നുണ്ട്. സൗത്തിനെ പറ്റി പറയുന്നത് എന്താ? സൗത്തിൽ നിങ്ങൾ നേരെ പോകുമ്പോൾ സൗത്ത് ഇന്ത്യ എത്തും, വാനരന്മാർ കാടുകളൊക്കെയാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ ലങ്ക എന്ന് പറയുന്ന സ്ഥലത്തെത്തും. ലങ്ക കഴിഞ്ഞ് എന്താണ്? ലങ്ക വലിയൊരു സ്ഥലമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ശ്രീലങ്കയെ പോലൊന്നുമല്ല. ലങ്ക ഈസ് ഡിസ്ക്രൈബ് എസ് ദ വാസ്റ്റ് ലാൻഡ്. ആൻഡ് ലങ്ക കഴിഞ്ഞ് എന്താണ് പറയുന്നത്? പിന്നെയും സമുദ്രം വരും. ആ സമുദ്രം നിങ്ങൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മഹാലാൻഡ് വരും, മഹാഭൂമി. ആ മഹാഭൂമിയിൽ നമുക്ക് എന്താന്ന് വലുതായിട്ട് അറിയത്തില്ല. മഹാഭൂമിയിൽ സെർച്ച് ചെയ്യേണ്ട, അവിടെ ജീവജാലങ്ങളും മനുഷ്യരൊക്കെ ഉണ്ട്, അവരുമായിട്ട് നമുക്ക് വലിയ കോണ്ടാക്ട് ഇല്ല. അതുകൊണ്ട് മഹാഭൂമി കണ്ട് തിരിച്ചു വരിക. 14,000 years ago, Sugriva was describing Antarctic land without the ice. സൗത്ത് ഇന്ത്യയിൽ നിന്ന് താഴെ വരിക. അത് കഴിഞ്ഞ് ക്രോസ് ചെയ്ത് നമ്മൾ ലങ്ക എത്തും. ലങ്ക എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, സുന്ദാലാൻഡ് അല്ലെങ്കിൽ കുമാരികാണ്ഡം. കുമാരികാണ്ഡത്തിന്റെ അറ്റം വന്നു കഴിഞ്ഞാൽ കടലാണ്. കടൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മഹാഭൂമി എത്തും, വലിയ ലാൻഡ്. ആ ലാൻഡിൽ നമുക്ക് എന്താന്ന് അറിഞ്ഞൂടാ, ആരാണെന്ന് അറിഞ്ഞൂടാ. സൗത്തിലേക്ക് പോവാണ്, അവിടെ ജീവജാലങ്ങളും മനുഷ്യരൊക്കെ ഉണ്ട്. ആൻഡ് ദിസ് വാസ് ഡൺ 14,000 years ago വിത്തൗട്ട് എനി എവിഡൻസ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ അന്റാർട്ടിക്ക ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് അപ്പോൾ ബ്രിട്ടീഷുകാരല്ല, 18th century യൂറോപ്യൻസ് അല്ല, നമ്മളാണ് കണ്ടുപിടിച്ചത് അന്റാർട്ടിക്കയെ പറ്റി ക്ലിയർ ഡിപ്പിക്ഷൻസ് ആണ് എഴുതിയേക്കുന്നത്. അതുപോലെ തന്നെ അന്റാർട്ടിക്കയുടെ കാര്യം പറയുമ്പോൾ 18th century യൂറോപ്യൻസ് ആണ് അന്റാർട്ടിക്ക കണ്ടുപിടിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ പഠിപ്പിച്ചേക്കുന്നത്, സ്കൂളിലും കോളേജിലും സയൻസ് എക്സിബിഷനും ക്വിസ് കോമ്പറ്റീഷനും ഉൾപ്പെടെ. ആൻഡ് 15th century ഇറ്റാലിയൻ അഡ്മിറൽ എന്ന് പറഞ്ഞാൽ മറ്റേ കടലിൽ കൂടെ പോകുന്ന അഡ്മിറൽ, നേവിയിലെ ആളാണ്. ഇറ്റാലിയൻ അഡ്മിറൽ എന്ന് പറഞ്ഞ പീരി റീസ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. പീരി റീസ് ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി അയാൾ ഒരു മാപ്പ് ഉണ്ടാക്കി, ദ പീരി റീസ് മാപ്പ്. ആൻഡ് ഇപ്പൊ ഈ മാപ്പ് ഇവിടെ കൊടുക്കും. പീരി റീസ് അയാളുടെ മാപ്പിനകത്ത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് വലിയൊരു അന്റാർട്ടിക്കൻ ലാൻഡിലും അവിടെ ഏതൊക്കെ വെജിറ്റേഷൻസിൽ ഏതൊക്കെ ജീവികൾ ഉണ്ടെന്നും ആ ജീവികളുടെ എനോർമസ് സൈസും അവിടുത്തെ ഫലഭൂഷാദികളും അവിടെ മനുഷ്യന്മാരുണ്ടെന്നും എല്ലാം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഡെപ്പിക്റ്റഡ് ആസ് ഗ്രീൻലാൻഡ് ആൻഡ് മൗണ്ടൻ. ആൻഡ് മോസ്റ്റ് സ്ട്രൈക്കിംഗ്ലി അയാൾ മാപ്പിന്റെ അടിയിൽ ഇങ്ങനെയൊക്കെ വരച്ചിട്ടുണ്ട്. ആ വരച്ച ഷേപ്പ് ഇറ്റ് പെർഫെക്റ്റ്ലി മാച്ച് വിത്ത് ഗൂഗിൾ മാപ്പ് ഓഫ് നൗസ് അന്റാർട്ടിക്ക. ഷേപ്പുകളും മലകളുടെ നിരകളും അയാൾ ഇവിടെ ഒരു 3 മല വരച്ചിട്ട് ഇവിടെ ഒരു ദൂരെ ഒരു 8 മല വരച്ചു കഴിഞ്ഞത് അതേ 3 മലകളും 8 മലകളും സെയിം ലെഫ്റ്റിലും റൈറ്റിലും വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഉള്ളതായിരുന്നു. 15th century അത് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. അതുപോലെ തന്നെ
അപ്പൊ പീരി റീസിനോട് ചോദിച്ചിട്ടുണ്ട് ഈ സാധനം നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്, നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ എൻ്റെ ട്രാവലിംഗിൽ നിന്ന് മനസ്സിലാക്കിയതും പിന്നെ ഞാൻ 2 സോഴ്സസ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്, ദ ഏൻഷ്യന്റ് അറബ് മാപ്പ് ആൻഡ് ദി ഏൻഷ്യന്റ് മാപ്പ് ഓഫ് ദ ഹിന്ദ്. ഏൻഷ്യന്റ് ഹിന്ദു മാപ്പും ഏൻഷ്യന്റ് അറബ് മാപ്പും ഉപയോഗിച്ചാണ് ഇത് മാപ്പ് ചെയ്തേക്കുന്നത്. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ പോയി നോക്കിക്കോളാൻ. അങ്ങനെ പോയി നോക്കിയതാണ് 2018 സെഞ്ചുറിയിൽ, അത് കഴിഞ്ഞ് 300 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ അണ്ണന്മാര് യൂറോപ്യൻസ് കണ്ടുപിടിച്ചത്. യൂറോപ്യൻസ് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ഹിസ്റ്ററി ബുക്കിൽ എല്ലാം പറഞ്ഞേക്കുന്നത് എന്താ, ഞങ്ങളത് കണ്ടുപിടിച്ചു, യൂറോപ്യൻസ് ഇൻവെന്റഡ് അന്റാർട്ടിക്ക എന്ന് വെച്ചാൽ യൂറോപ്യന്റെ എന്താ പറയുന്നത്, യൂറോപ്യന്റെ സൈക്കോളജി മൈൻഡ് എന്ന് പറയുന്നത് എന്തോരം വൃത്തികെട്ടതാണ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം. യൂറോപ്യൻസിന് ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് എന്ന് വെച്ചാൽ ഡിസ്കവറി എന്ന് പറയുന്ന വാക്കിന് അവർക്ക് വേറെ ഒരു അർത്ഥമാണ്. നമ്മൾ ഡിസ്കവറി എന്ന് പറഞ്ഞാൽ നമ്മളിത് വാവ് കണ്ടുപിടിച്ചു, ദി ഡിസ്കവേർഡ് ഇറ്റ്. യൂറോപ്യൻസിന് അങ്ങനല്ല. ഡിസ്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഈസ് എ ഡിസ്കവറി ഇൻ ദ വെസ്റ്റ് എന്ന് പറഞ്ഞാൽ അണ്ടർ ദ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ക്രിസ്ത്യൻ ചർച്ച് ആൻഡ് ദി പോപ്പ് യു ഫൈൻഡ് എ ലാൻഡ്, ഡസന്റ് മാറ്റർ ഹൂ ഇറ്റ് ബിലോങ്സ് ടു, ഇറ്റ് ഈസ് യുവേഴ്സ് ടു ഗ്രാബ് ബിക്കോസ് യു ഡിസ്കവേർഡ് ഇറ്റ് ഫസ്റ്റ് ഫോർ ദി ചർച്ച്. യെസ്, അതാണ് യൂറോപ്യന്റെ ഡിസ്കവറി ലോ. ചർച്ചിന്റെ പേരിൽ പോയ ഒരു മനുഷ്യൻ എന്ത് കണ്ടുപിടിക്കുന്നോ അത് നിന്റെയാണ്. അതിന് ഒരു വളരെ വലിയൊരു എക്സാമ്പിൾ ഉണ്ട്. ചർച്ചിന് അവർ ഗോഡ് ഗിവൺ റൈറ്റ് കൊടുത്തിട്ടുണ്ട്. വാട്ട് എവർ യു ഡിസ്കവർ യു ക്യാൻ ഗ്രാബ് ഇറ്റ്. അപ്പൊ നിങ്ങൾ ഇത് വിചാരിക്കും ഓക്കെ നിങ്ങളിത് കേട്ട് വിടുക, ഇൻ ദ നെയിം ഓഫ് ഗോഡ് അവർക്ക് എന്ത് വേണം ഗ്രാബ് ചെയ്യാം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോഴും നിങ്ങളുടെ ബുക്കുകളും നിങ്ങളുടെ അച്ഛന്മാർ പഠിച്ചതും നിങ്ങൾ പഠിച്ചതും ഞങ്ങൾ പഠിച്ചതും ഇനി ഞങ്ങളുടെ മക്കളും ഈ രാജ്യത്ത് പഠിക്കാൻ പോകുന്ന ഒരു കഥയുണ്ട്. ഞാൻ ഈ പറഞ്ഞ അതേ സാധനം, വാസ്കോ ഡ ഗാമ ഡിസ്കവേർഡ് കേരള. ആരാണ് കേരളം കണ്ടുപിടിച്ചത്? കൊച്ചി കണ്ടുപിടിച്ചത്. കൊച്ചി കഴിഞ്ഞ ദിവസം വരെ കൊച്ചി ഇല്ലായിരുന്നു ഗൈസ്. കൊച്ചി ഡിഡ്ന്റ് എക്സിസ്റ്റ്. കോഴിക്കോട് കണ്ടുപിടിച്ചത് വാസ്കോ ഡ ഗാമ വന്നിങ്ങനെ നോക്കിയപ്പോൾ കാണുന്നത് പെട്ടെന്ന് കൊച്ചി ഉണ്ടായി. അന്നത്തെ നാൾ വരെ കൊച്ചി ആരുടേതായിരുന്നു, ഞാൻ അവിടെ ജീവിച്ചതായിരുന്നോ, നീ അവിടെ ജീവിച്ചതായിരുന്നോ ഒന്നും ബ്രിട്ടീഷുകാർക്ക് അറിയണ്ട, ക്രിസ്ത്യൻ ചർച്ചിന് അറിയണ്ട. ക്രിസ്ത്യൻ ചർച്ചിലെ ആള് വന്ന് നോക്കിയപ്പോൾ കൊച്ചി ദാ നിൽക്കുന്നു, കൊച്ചി ഞാൻ കണ്ടുപിടിച്ച് എൻ്റെയാ കൊച്ചി. അതുകൊണ്ട് വാസ്കോ ഡ ഗാമ എന്ത് ചെയ്തു? വാസ്കോ ഡ ഗാമ എക്സ്പ്ലോർഡ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് കൊച്ചി ആൻഡ് കേരള ആൻഡ് ഭാരത്. അവന് പറ്റുന്ന മരിക്കുന്നവരെ അവൻ അത് ചെയ്തു. ബിക്കോസ് ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ഇൻ ദ നെയിം ഓഫ് ചർച്ച്, ഹി ഡിസ്കവേർഡ് ഇറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഫോർ ഹിം ടു കീപ്. പോർച്ചുഗീസും കാര്യങ്ങളും എല്ലാം വന്ന് നശിപ്പിച്ചു. അത് കഴിഞ്ഞ് ഇത് തന്നെയല്ലേ ബ്രിട്ടീഷുകാരും ചെയ്തത്. അവർ വന്ന് ഇന്ത്യ അങ്ങ് കണ്ടുപിടിച്ചു. അവർ നോക്കിയപ്പോൾ ഇന്ത്യ ഓക്കെ, ഇറ്റ് ഈസ് അവേഴ്സ് ടു എക്സ്പ്ലോയിറ്റ്. ഇത് പറയാൻ പാടില്ല എങ്കിലും ഞാൻ ഇത് പറയാണ്, റിലീജിയസ് ആയിട്ട് എടുക്കരുത്. അതേ ക്രിസ്ത്യൻ ചർച്ചിന്റെ പവറും പോപ്പിന്റെ പവറും ഉദ്ദേശിച്ചാണ് ഇപ്പോഴും ലോകത്ത് പലയിടത്തും ക്രിസ്ത്യാനിറ്റി ഉപയോഗിച്ച് പല സ്ഥലങ്ങളും കീഴടക്കുന്നത്. ഇപ്പോൾ നമ്മൾ തന്നെ നോക്കുവാണ്, ഇപ്പൊ കേരളത്തിലും തമിഴ്നാട്ടിലും ഞാൻ പല സ്ഥലത്ത് കണ്ടതാണ്. ഞാൻ കണ്ട കാര്യം പറയുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പല മലകളും അവിടെ പണ്ട് തൊട്ടേ എക്സിസ്റ്റ് ചെയ്യാണ്. പക്ഷെ ചർച്ചിന്റെ പേരില് ഗോഡ് ഗിവൺ റൈറ്റ് കൊണ്ട് അവർ നോക്കും, ദേ മല ഐ ഡിസ്കവേർഡ് ഇറ്റ്, അവർ കൊണ്ടുവന്നൊരു കുരിശങ്ങ് വെക്കുകയാണ്. അത് ഇത് കേരളത്തിലെ മലയാളികളെയോ തമിഴ്നാട്ടിലെ മലയാളികളെയോ പറയുമല്ല, ദിസ് ഈസ് ദി മൈൻഡ് സെറ്റ് ആൻഡ് സൈക്കോളജി ഓഫ് ചർച്ച് ഫ്രം യൂറോപ്പ്. കാരണം ആ മല ഇപ്പം ചെന്ന് നോക്കിയാൽ അത് കുരിശുമലയാണ്. എന്തുകൊണ്ടാണ്? ഞങ്ങളാണ് അത് കണ്ടുപിടിച്ചത്. ബ്രോ, ക്രിസ്ത്യൻസ് കെയിം ടു കേരള ഓർ ഇന്ത്യ 200 years 300 years ago. That mala was here for 1 lakh crore years. 200 years 300 years മുന്നേ അതൊക്കെ കഴിഞ്ഞിട്ടും ആവാം. ബ്രിട്ടീഷുകാർ വന്നിട്ട് പോകാൻ നേരത്താണ് ക്രിസ്ത്യൻസ് ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ഫസ്റ്റ് ക്രിസ്ത്യൻ വന്നു അങ്ങനൊന്നും അല്ല. കമന്റ്സിൽ ഞാൻ കുറെ കേട്ടു, അതൊന്നും അല്ല പറയുന്നത്. എസ്റ്റാബ്ലിഷ്ഡ് ക്രിസ്ത്യാനിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവർ വന്ന് ഈ മല അങ്ങ് കണ്ടുപിടിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ചർച്ച്, ഇൻ ദ നെയിം ഓഫ് പോപ്പ്. അങ്ങനെയാണ് അവർ ആ കുരിശാ മലയിൽ വെക്കുന്നത്. ഞങ്ങൾ കണ്ടുപിടിച്ച മല, ഞങ്ങളുടെ മല. സോ ഇതൊന്നും ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തതുകൊണ്ടാണോ അതോ ഇതൊക്കെ ഇന്ത്യൻ ഭരണകൂടം അംഗീകരിക്കുന്നതുകൊണ്ടാണോ ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഐ എം നോട്ട് എനിവൺ ടു ആസ്ക്, ബട്ട് ഐ എം ജസ്റ്റ് പുട്ടിങ് ഇറ്റ്. ക്രിസ്ത്യൻസ്, ഹിന്ദുസ്, മുസ്ലിം സീയിങ് ദിസ്, കമന്റ് ഇറ്റ് ഡൗൺ. വി ഹാവ് ടു ബ്രേക്ക് ഇറ്റ് ഡൗൺ. എനിക്കറിയാത്ത കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞു തരൂ. യാ, അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇതേ കൊളോണിയൽ മൈൻഡ് സെറ്റും ഇവരുടെ ക്രിസ്ത്യൻ ഗോസ്പലുമാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അല്ലേ? നമ്മളുടെ പല തിയറീസ് ഇതുപോലെ കോഴിക്കോട് കണ്ടുപിടിച്ചെന്ന് ഒരു കുഞ്ഞിനെ, കോഴിക്കോട് ജനിച്ച ഒരു കുഞ്ഞിനെ
പഠിപ്പിക്കുന്നത് വാസ്കോഡ ഗാമ കണ്ടുപിടിച്ചെന്നാണ് പഠിപ്പിക്കുന്നത്. ബ്രോ, ഹൗ ഈസ് ഇറ്റ് അലൗഡ് ഇൻ ഇന്ത്യൻ സിലബസ്? അതിന്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ആരാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ആരാണ് ഇത് സമ്മതിച്ചു കൊടുക്കുന്നത്? ഇത് എങ്ങനെയാണ് ഒരു അക്കാഡമിക്കലി റെലവെന്റ് ആയിട്ടുള്ള കാര്യമാവുന്നത്? വാസ്കോഡ ഗാമ കോഴിക്കോട് കണ്ടുപിടിച്ചെന്ന്, എന്നിട്ട് അത് ലോകത്തുള്ള ബുക്കുകളിലെല്ലാം എഴുതി പ്രസിദ്ധീകരിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് മനസ്സിലാക്കുകയാണ്. നീ പഠിച്ചിട്ടില്ലേ? അത് എന്ത് ലോജിക്കാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോ അതുപോലുള്ള കൊളോണിയൽ മൈൻഡ് സെറ്റ് വേറെ സംഭവമുണ്ട്. നമ്മുടെ NCERT എല്ലാം എന്തോ ഇംഗ്ലീഷ് ഈ വെസ്റ്റേൺ സിവിലൈസേഷനെ പൊക്കി പിടിച്ചല്ലേ എല്ലാ കഥകള്. ഫോർ എക്സാമ്പിൾ, ഞാൻ ആം എ സ്റ്റുഡന്റ് ഓഫ് ഹിസ്റ്ററി. ഹിസ്റ്ററിയിൽ എല്ലാ കഥയിലും പ്രൊട്ടാഗനിസ്റ്റ് ആയിട്ട് വരുന്നത് വെസ്റ്റേൺ സിവിലൈസേഷനാണ്. വരുന്നത് ആരാണ്? നമ്മുടെ ലോക്കൽസ്. യെസ്. അവിടെയും പറയുന്നത് ഒരു ഫോക്ലോർ പോലെ വീണ്ടും പറയുന്നത് അവന്മാര് വന്ന് പിടിച്ചടക്കി, നമ്മുടെ ഇവിടുത്തെ നാട്ടു രാജാക്കന്മാർക്ക് കഴിവില്ല. അങ്ങനെയാണ് അവർ പറയുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഇപ്പോഴും പറയുന്നത്, നമ്മൾ കണ്ട പല സിനിമകളിലും പണ്ട് വായിച്ച പല ബുക്കുകളിലും സ്കൂളിൽ കൂടെ പഠിക്കുമ്പോഴും നമ്മളുടെ ചീരാസും ചോളാസും ഇവരൊക്കെ ബ്രിട്ടീഷിനെതിരെ ഫൈറ്റ് ചെയ്തവരെ നമ്മൾ വില്ലൻസ് ആയിട്ടാണ് പഠിച്ചു വെച്ചേക്കുന്നത്. ബ്രിട്ടീഷുകാരെ കൊല്ലുന്നു, ബ്രിട്ടീഷുകാരെ കഴുത്തറുത്തു. ഒരു രാജ്യം വന്ന് പിടിച്ച they were freedom fighters and they are depicted as villains and terrorists in our own country fighting for their freedom. അപ്പൊ അതൊക്കെ ഈ ബ്രിട്ടീഷുകാരുടെ NCERT സാധനങ്ങളും ഒക്കെ എടുത്ത് ദൂരെ കളയണം. ഞാൻ പറയുന്നത്, ഈ സർക്കാർ ഇതൊക്കെ എടുത്ത് കളയാൻ ഒരു നിയമം കൊണ്ടുവന്നിരുന്നെങ്കിൽ രാജ്യം നന്നായേനെ. അതൊന്ന് പറയണം എന്നാണ് ഞാൻ പറയുന്നത്. അത് ഇത് സെൻസർ ചെയ്ത് പറഞ്ഞാൽ മതി. ഇനിഷ്യലി നമ്മുടെ ഇന്ത്യ ഭരിച്ചവരുടെ പിടിപ്പുകേട് ഉറപ്പായിട്ട് അവരുടെ ഇനിഷ്യലി ഇന്ത്യ ഭരിച്ചവരുടെ പിടിപ്പേടെന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചുകൂടെ സെൻസേർഡ് പൊളിറ്റിക്സിലോട്ട് പോകാം. കാരണം എന്താന്ന് വെച്ചാൽ, ഈ ഒരു കോൺസ്പിറസി അല്ലെങ്കിൽ ഈ ഒരു മൈൻഡ് സെറ്റ്, യൂറോപ്യന്റെ മൈൻഡ് സെറ്റ് പോലെ തന്നെ ഇവരുടെ ഏറ്റവും വലിയ ഒരു തന്ത്രമായിരുന്നു, ഒരു രാജ്യത്തിനെ അവർക്ക് 100 അല്ലെങ്കിൽ 200 അല്ലെങ്കിൽ 500 വർഷം ഒന്നും പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. ആൻഡ് ദാറ്റ് ടു ഫാർ അവേ. സോ വാട്ട് ദേ ഡിഡ് ഈസ് വാട്ട് ദേ ആർ എക്സാക്ട്ലി ഡൂയിങ് ടുഡേ. CIA വെച്ച് എന്താ ചെയ്യുന്നത്? ഇഫ് ഇറാൻ ഓർ ഇറാഖ് ഈസ് ടു മച്ച് അഗൈൻസ്റ്റ് ദം, അവിടെ ചെന്ന് സിവിൽ അൺട്രസ്റ്റ് ഉണ്ടാക്കി പപ്പറ്റ് ഗവൺമെന്റിനെ നിയമിച്ചിട്ട് പോകും. ഐ ബിലീവ് ഫ്രം മൈ എവിഡൻസ് ആൻഡ് മൈ ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് ദാറ്റ് ദ ബ്രിട്ടീഷ് ഡിഡ് ദ സെയിം വിത്ത് ഇന്ത്യ 75 years ago. ഹി ബിലീവ്സ് ആണെന്നല്ല പറയുന്നത്. ഞാൻ ആണെന്ന് പറയുന്നില്ല, അല്ല എന്ന് പറയുന്നില്ല. ഞാനിപ്പോൾ പറയുന്ന തെളിവുകളല്ല പോലെ ഇതുപോലെ തെളിവുകൾ, ഞാൻ ആയിരക്കണക്കിന് തെളിവുകൾ കണ്ട് കണക്ട് ചെയ്ത് പഠിച്ച കാര്യമാണ്. ഐ ബിലീവ്, യു ഡോണ്ട് ഹാവ് ടു ബിലീവ്. ഐ ഹോപ്പ് ഐ ആം റോങ്. എനിക്ക് വേറൊരു സാധനം പറയണം. കാരണം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഹൗ ഈസ് ഇറ്റ് ഡെമോക്രസി ഇഫ് ഇറ്റ് ഈസ് റൂൾഡ് ബൈ ദ സെയിം ഫാമിലി ഫോർ 70 years? ഒരേ ഫാമിലി, അച്ഛൻ, മോൻ, മരുമോൻ, മരുമോളുടെ ഭർത്താവ്, അവന്റെ മോൻ, താണ്ടിപ്പോ അവന്റെ മോൻ വന്നേക്കുന്നു, ഇപ്പൊ അവന്റെ മോളെ അനിയത്തി വന്നേക്കുന്നു, മരുമോള് വന്നേക്കുന്നു, ഇപ്പം വേറൊരാൾ വന്നേക്കുന്നു, ഇപ്പൊ അയാള് പൊട്ടിപ്പൂറി മാറി നിൽക്കുമ്പോൾ അവളുടെ അനിയത്തി വന്നേക്കുന്നു. ഗൈസ്, ഈ നാട്ടിൽ വേറെ പൊളിറ്റീഷ്യൻസ് ഇല്ലായിട്ടാണ്, ഒരേ ഫാമിലി. ആൻഡ് വി വിൽ ട്രൈ മൈ മാക്സ്. വി വിൽ എന്നല്ല, ഞാൻ. ഈ ഒരു രാജഭരണം അവസാനിച്ചത് ഈ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്, സനാതനികൾ വന്നതിന് ശേഷമാണ്. ഇവര് തന്നെ ഇല്ല, ഇവര് വന്നത് മാത്രം നല്ലതാണെന്ന് ഞാൻ പറയത്തില്ല. അടുത്ത വർഷം അടുത്ത ഗവൺമെന്റ് വരണം, ഉറപ്പായിട്ട് ആം ആദ്മി വരണം, മാക്സിമം കോമ്പറ്റീഷൻ വരണം. അതെ, ഒരു 10 പൊളിറ്റിക്കൽ പാർട്ടി എങ്കിലും വരണം ഒരു രാജ്യത്ത്. മിനിമം 5 സ്ട്രോങ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടെങ്കിൽ നമ്മുടെ രാജ്യം അടിപൊളിയായിട്ട് മാറും. കാരണം ഓരോ വർഷവും ഇവർക്ക് വിക്ടർ ഗ്യാരണ്ടീഡ് ആണ്. ഇപ്പൊ സത്യം, ഇവർക്ക് 3 പേരുണ്ട്. 2 പേര് കൊയിലേഷൻ ആയാൽ ഞങ്ങളെ ജയിക്കൂ, മറ്റവൻ ജയിക്കുവോ തോക്കുവോ 90% പിടിച്ചിട്ടും കാര്യമില്ല, ഞങ്ങൾ 2 പേരും ഒരുമിച്ചാൽ ഞങ്ങൾക്ക് സീറ്റ് കൂടുതൽ. അപ്പോ ഈ ഒരു പ്രശ്നം മാറണം. BJP മാറി ഭരിക്കണം, കോൺഗ്രസ് മാറി ഭരിക്കണം, വേറെ ആം ആദ്മി മാറി ഭരിക്കണം. ഇതുപോലെ 3-4 പാർട്ടിയും കൂടെ മാറി ആര് വേണമെങ്കിലും ജയിക്കാനുള്ള അവസ്ഥ വരണം. അപ്പോൾ എന്ത് വരും? ഇവർ തമ്മിൽ കോമ്പറ്റീഷൻ ആവും. ഇവരുടെ കോമ്പറ്റീഷൻ എങ്ങനെയാണ്? രാജ്യത്തിന് വേണ്ടി സേവിക്കുന്നതാണ് കോമ്പറ്റീഷൻ. ആർക്കാണ് നല്ലത്? ഇവിടെ ഇരിക്കുന്ന നമുക്കാണ് നല്ലത്. അപ്പൊ അവർക്ക് കോമ്പറ്റീഷൻ ഉണ്ടാക്കി കൊടുക്കണം. പുതിയ പുതിയ പാർട്ടീസ് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. അതെ, പുതിയ പാർട്ടീസും പൊളിറ്റിക്കൽ ഐഡിയാസും. അതെ അതെ, ഉറപ്പായിട്ടും വരണം. അപ്പോ ഞാൻ പറയുന്നത് വേറെ സാധനം ഉണ്ടോ, ഇപ്പൊ നിൽക്കുന്ന BJPയും കോൺഗ്രസും ഒരിക്കലും പാർട്ടി വരാൻ സമ്മതിക്കില്ല. BJPയും സനാതനി പാർട്ടിയും മറ്റേ എന്താ പറയുന്നത്, മോണാർക്കി പാർട്ടി. ഒരെണ്ണം സനാതനി എക്സ്ട്രീംസ് ആണെങ്കിൽ മറ്റേത് മോണാർക്കി എക്സ്ട്രീംസ് ആണ്.
മക്കൾക്കും മരുമക്കൾക്കും മാത്രമേ പ്രൈം മിനിസ്റ്റേഴ്സ് ആകാൻ പറ്റൂ. ഈ ശശി തരൂരിന്റെ അടങ്ങൊരു ലീഡർ എവിടെ? ശശി തരൂർ ഒന്ന് പാർട്ടി മാറി വേറെ ഏതെങ്കിലും നല്ലൊരു പാർട്ടി പോയിരുന്നെങ്കിൽ പുള്ളിക്ക് ഒന്ന് വോട്ട് ചെയ്യായിരുന്നു. ഈ രാജഭരണ ടീം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ പുള്ളിക്ക് തിരുവനന്തപുരത്ത് വന്നിട്ട് വോട്ട് ചെയ്യാതെ ഐ അബ്സ്റ്റെയിൻഡ് ഫ്രം വോട്ടിംഗ്. ഐ എം നോട്ട് സേയിങ് ഇറ്റ് മാറ്റർഡ്, ബട്ട് മൊണാർക്കി പാർട്ടിക്ക് ഞാൻ വോട്ട് ചെയ്തില്ല. അതേപോലെ വേറൊരു ഏറ്റവും വലിയ ഹോക്സ് ആൻഡ് മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നിയത് ഫാദർ ഓഫ് ദി നേഷൻ. അതിനെപ്പറ്റി നമുക്ക് പറയണ്ട. ഫാദർ ഓഫ് ദി നേഷൻ എന്നെ സ്കൂളിൽ പഠിപ്പിച്ചത് കൊണ്ട് ഐ സേ ദാറ്റ്. വേറെ ഒരു സംഭവം അറിയോ? എനിക്കറിയാം. അതല്ല, ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല ഗാന്ധിക്ക് കോൺഗ്രസിന്റെ കൂടെ നിന്നത്. ഒരുപാട് ആൾക്കാർ അത് അവർ ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. 1924 മഹാത്മാ ഗാന്ധി വാസ് ദി ചെയർ പ്രസിഡന്റ് ഓഫ് ദ പാർട്ടി. ആൻഡ് അവര് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്ത ആ ഒരു വ്യക്തിനെ. അതെ അതെ അതെ. അത് മാത്രമല്ല, റീഡ് ഹിസ് ബയോഗ്രഫി, യു വോണ്ട് ലൈക്ക് ഹിം സോ മച്ച്. പുള്ളിയുടെ ബയോഗ്രഫിയും പുള്ളിയുടെ ഓട്ടോബയോഗ്രഫിയും കാര്യങ്ങളും ഒക്കെ വായിച്ചു കഴിഞ്ഞ് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹി വാസ് നോട്ട് എ വെരി ഗുഡ് ഹ്യൂമൻ ബീങ്. അതെ, വളരെ നല്ലൊരു ടാക്ടീഷ്യനും പൊളിറ്റീഷ്യനും ക്രൂക്കഡ് മാനും ആയിരുന്നു. ബട്ട് ഹി വാസ് നോട്ട് എ ഗുഡ് ഹ്യൂമൻ ബീങ്. പുള്ളി കാണിച്ച PR വർക്കുകൾ, പുള്ളി ആട്ടിന്റെ പാല് കുടിക്കുന്നത് പൈസ ലാഭിക്കാനാണ് എന്ന് കാണിക്കാൻ വേണ്ടി എടുത്ത PR വർക്കിന് ഒരു ദിവസം അന്നത്തെ പൈസ 7,000 രൂപ 4,000 രൂപ എന്തോ ചെലവായിരുന്നു ആടിനെ നോക്കാൻ. അങ്ങനെയുള്ള കഥകളുണ്ട് എന്ന് പറഞ്ഞാൽ ഫോർ ഷോയിങ് പീപ്പിൾ. അപ്പോ എന്നിട്ട് പുള്ളി അവസാനം വരെ നോക്കിയാൽ മതി. അവസാനമാണല്ലോ ഇയാള് മഹാത്മാ ഗാന്ധി എന്ന് പറഞ്ഞ വ്യക്തി നിരാഹാരം കിടന്ന എന്തിനാ? സോറി ഗൈസ്, അത് നീ പറഞ്ഞതിലൊരു തെറ്റുണ്ട്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഞാൻ പറഞ്ഞ എന്തിനാ നിരാഹാരം കെടുത്ത്? അന്നത്തെ 5,000 കോടി ജിന്നയ്ക്ക് കൊടുക്കാൻ. ഈ 5,000 കോടി രൂപ, 500 കോടി 5,000 കോടിയോ രൂപ പാകിസ്ഥാനിന് പൈസയായിട്ട് നമ്മൾ ഇന്ത്യൻ ഇതിൽ നിന്ന് പിരിച്ചു കൊടുക്കാൻ വേണ്ടി പട്ടിണി കിടന്ന ആളാണ് അയാള്. അപ്പൊ അയാളെ വെടിവെച്ച് കൊന്ന ആളുടെ മൈൻഡിൽ കൂടി പോയത് എന്താവെന്ന് എനിക്കിപ്പോ ചിന്തിക്കാൻ പറ്റുന്നു. 5,000 കോടി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 5 ലക്ഷം കോടിയോ 50,000 കോടിയോ. പുള്ളിയെ കൊന്നതിന് ഒരിക്കലും ഒരാളെ സപ്പോർട്ട് ചെയ്യരുത്. അത് എന്താന്ന് ചോദിച്ചാൽ ഒരു ജീവനെയും ഒരാൾക്കും എടുക്കാൻ അവകാശമില്ല എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രം. പക്ഷെ പുള്ളിയെ കൊന്ന ആളുടെ മനസ്സിൽ എന്താണ് കടന്നു പോയത് എന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഐ കണ്ടം ദ ആക്ട് ബിക്കോസ് ഹി ടുക്ക് എ ലൈഫ്. മേ ബി മഹാത്മാഗാന്ധി ചെയ്ത ചതികളും മഹാത്മാഗാന്ധി ചെയ്ത കാര്യങ്ങളും വെളിയിൽ കൊണ്ടുവന്ന് ജയിലിലിടുന്നത് ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് തിങ്. ബട്ട് ഇൻസ്റ്റെഡ് ഹി വാസ് ടേൺഡ് ഇൻടു ദി ഫാദർ ഓഫ് ദി നേഷൻ ബൈ ദ കോൺഗ്രസ് പാർട്ടി. അതേപോലെ ഹി വാസ് ഫോഴ്സിംഗ് ദ ഹോൾ നേഷൻ ആൻഡ് ദ പാർട്ടി മെമ്പേഴ്സ് ടു നെഹ്റുവിനെ PM ആക്കാൻ. യെസ്, നെഹ്റുവിനെ നേതാജി ആയിരുന്നു ദി ലയബിൾ ആൻഡ് ദി പീപ്പിൾസ് ഫേവറേറ്റിനെ ആക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, പീപ്പിൾസ് ഫേവറേറ്റ് ആക്കില്ല. എന്തുകൊണ്ടാണ്? ഗാന്ധിജിക്കും നെഹ്റുവിനും നമ്മളെ ഒരു കാര്യം ആലോചിച്ചാൽ മതി. 200 കൊല്ലം നമ്മളെ പ്ലണ്ടർ ചെയ്ത് കോടിക്കണക്കിന് പേരെ കൊന്ന ആളുകളുടെ പവറോടെ സപ്പോർട്ടോടെ വന്ന പാർട്ടിയാണിത്. എക്സാക്ട്ലി, അത്രയും മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്റെ വീട്ടിൽ വന്ന് എന്റെ കരണത്തടിച്ചവൻ ഇറക്കി വിടുമ്പോൾ അവൻ വേറൊരാളെ കൊണ്ടുവരുമ്പോൾ ആ വീട്ടിൽ വാടകയ്ക്ക് വന്ന ആളെ പോലെയാണിത്. മനസ്സിലായോ? അതാണ് ആ പോയിന്റ്. അത്രയുള്ള അതിനെപ്പറ്റി പറയാൻ. അതുകൊണ്ട് ആ ഭരണം തീർന്നതിൽ, ആ ഭരണം കൊണ്ട് നല്ലതുണ്ടായിട്ടുണ്ട് ഇന്ത്യക്ക്. പക്ഷേ ഇന്ത്യ വുഡ് ഹാവ് ബീൻ എ കോമ്പറ്റീറ്റർ ടു ചൈന ദാൻ ടു ബി എ കൺസ്യൂമർ. കാരണം നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സുഭാഷ് ചന്ദ്രബോസും പട്ടേലും നേതാജി എല്ലാം പറഞ്ഞുകൊണ്ട് നടന്നപ്പം നെഹ്റു ക്ലോസ് ഡൗൺ ഓൾ ദ മാർക്കറ്റ്സ്. നമ്മൾ ബ്രിട്ടീഷുകാർക്കും അമേരിക്കക്കാർക്കും ബൾക്ക് ഓർഡർ കൊടുത്തു തുടങ്ങി. എന്തിനാ? ക്ലോത്ത്സ് ബംഗ്ലാദേശ്, വെപ്പൺസ് അവിടെ, ടൂൾസ് അവിടെ, മെറ്റൽ അവിടെ. നമ്മളൊന്നും ഉണ്ടാക്കിയില്ല. നമ്മൾ കഴിഞ്ഞ 20-30 വർഷമായിട്ട് അല്ലെങ്കിൽ 40 വർഷത്തിനിടയിലാണ്, 30 വർഷം പോലും ആയിട്ടില്ല, മാനുഫാക്ചറിങ് തുടങ്ങിയേക്കുന്നത്. ചൈനയ്ക്ക് എന്താ ചെയ്തത്? ചൈന ഓപ്പൺ ഓൾ മാർക്കറ്റ്സ്. അവര് പ്രൊഡ്യൂസേഴ്സായി. അതേസമയം നമ്മൾ കൺസ്യൂമേഴ്സായി. ആരുടെ? ഈ പ്ലണ്ടർ കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ നിർത്തി പോയെന്ന് പറഞ്ഞിട്ടും അതേ റവന്യൂ നമ്മൾ അവരുടെ അടുത്ത് കാശ് കൊടുത്ത് സാധനങ്ങൾ വാങ്ങിച്ചു. ഏതാ? ഫ്രം ദ സെയിം ഇന്ത്യയിൽ നിന്ന് കോട്ടൺ അവര് കൊണ്ട് അമേരിക്കയിൽ പോയി ഡ്രസ്സ് ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിലോട്ട് തുണി വിൽക്കുമായിരുന്നു. ദാറ്റ് വാസ് ഹാപ്പനിങ് ഫോർ ദ 30 years ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അപ്പോൾ അതൊക്കെ മാറിയതിൽ ബിഗ് salute for the new government, and I hope the new government also changes because they also need competition. അവർക്ക് ഭയങ്കര അത് arrogance ഉണ്ട്. എക്സ്ട്രീം റൈറ്റ് ആവാനും പാടില്ല, എക്സ്ട്രീം ലെഫ്റ്റ് ആവാനും പാടില്ല. I want new parties to come and I want them to win. ഇതൊക്കെ ഞങ്ങളുടെ ആഗ്രഹങ്ങളാണ്. നടക്കോ ഇല്ലയോ എന്ന് അറിയത്തില്ല.
So we are down to the last 10 minutes. Okay. 10 minutes അല്ല, it's almost time. ഓക്കെ, അപ്പോഴത്തേക്കും ഇത് കറങ്ങി പോയത് കൊണ്ടാണ്. അപ്പോൾ ചെറിയൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ കൊളോണിയൽ മൈൻഡ് സെറ്റ്, വാസ്കോഡ ഗാമ ഈ കാര്യങ്ങളൊക്കെ പറയുന്ന പോലെ ചെറിയൊരു കാര്യമുണ്ട്. ഇവര് വേറെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ പപ്പറ്റ് ഗവൺമെന്റ് സ്ഥാപിച്ചിട്ട് പോയെന്ന് പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് പറയുന്ന പോലെ വേറൊരു കാര്യമാണ്. 2 രാജ്യങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ് ഒരു സമയത്ത് അവരുമായിട്ട് ബോർഡർ ചെയ്യുന്ന സ്ഥലം ഡിസ്പ്യൂട്ടഡ് ലാൻഡായിട്ട് ബാക്കി എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് മാറ്റി സ്റ്റേറ്റ് കാര്യങ്ങളെല്ലാം തിരിച്ചു പോയി. പക്ഷെ ദ പ്ലേസ് വെയർ പാകിസ്ഥാൻ ആൻഡ് ഇന്ത്യ ഷെയറിങ്, ജമ്മു കാശ്മീർ അവർ ഷെയർ ചെയ്തില്ല, ഡിസ്പ്യൂട്ടഡ് ആക്കിയിട്ടിട്ട് പോയി. സോ ദേ വുഡ് നോ ദീസ് ഗായ്സ് ആർ വെരി ക്രൂക്കഡ്, ഇന്ത്യൻസ് ആർ വെരി പവർഫുൾ ആൻഡ് ഹാവ് വെരി ബ്രൈറ്റ് മൈൻഡ്സ്. ഈ ഇംഗ്ലീഷുകാരുടെ അടുത്ത് പോയി ജോലി ചെയ്തുകൊണ്ട് പറയുകയാണ് ഇവന്മാർക്കൊന്നും ഒരു ബുദ്ധിയില്ല, ഇവർ തിന്നാനും കുടിക്കാനും പിന്നെ നേടുകളും മാത്രമേ ആ രാജ്യത്തുള്ളൂ, കഴിവുള്ളവർ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും ആളുകൾ എന്നും പൊക്കോണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ആവറേജും ബിലോ ആവറേജും ആയ എന്നെ തന്നെ അവിടെ വലിയ ആളായിരുന്നു ഞാൻ, അവിടെ മടുത്ത് തിരിച്ചു. ഞാൻ വേറൊരു കാര്യം കണ്ടേ, ഈയിടെ ഞാൻ ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് കണ്ടേ. ഐ എം നോട്ട് ടോക്കിംഗ് റിലീജിയൻ ഒന്നും അല്ല, പക്ഷേ ഞാൻ ഭയങ്കര റിയലൈസേഷൻ കിട്ടിയതാ. ഒന്നുമില്ല, ഒരു നോർത്ത് ഇന്ത്യൻ യൂട്യൂബർ, ഹി സപ്പോസിഡ്ലി വെൻ ടു ജമ്മു. അപ്പോൾ കാഷ്വലി അവിടുത്തെ ലോക്കൽസ് ആയിട്ടൊക്കെ സംസാരിക്കുന്നു. ഇപ്പൊ പുള്ളി ഒരു ടാസ്ക് വെച്ചിട്ടുണ്ട്, 2 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞിട്ട് പോകാൻ നേരത്ത് ഭാരത് മാതാ കി ജയ് പറയും. നോട്ട് ഈവൻ എ സിംഗിൾ മുസ്ലിം സെറ്റിൽ. ആൻഡ് പുള്ളിക്ക് അത് അപ്സൈഡ് ആയിട്ട് തോന്നി. പിന്നെ പുള്ളി ക്യാമറ വെച്ച് ബൈ ഞാൻ പറഞ്ഞില്ല ബാക്കി പറ, അത് പറഞ്ഞില്ല പുള്ളി. എന്നിട്ട് ഒരു 20 ആൾക്കാരുടെ അടുത്ത് മനഃപൂർവ്വം പോയി സുഖമാണോ ഇങ്ങനെയാണോ ഭാരത് മാതാ കി ജയ് ക്യാമറ നോക്കി പറയുമോ ഇല്ലെന്ന് പറഞ്ഞു നടന്നു. ഒരാൾ പോലും പറഞ്ഞില്ല. ഗൈസ്, ഡോണ്ട് വിസിറ്റ് ജമ്മു, അവർക്ക് നമ്മുടെ പൈസ കൊടുക്കില്ല. ഡോണ്ട് ഗീവ് യുവർ ടൂറിസ്റ്റ് മണി ടു എ ടെററിസ്റ്റ് ഹബ്. ശരി, അതൊരു ടെററിസ്റ്റ് ഹബ്ബായി വളർന്നുകൊണ്ടിരിക്കുകയാണ്, അതിനെ മാറ്റാൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ദ പീപ്പിൾ ഇൻ ദെയർ ആർ ആന്റി ഇന്ത്യ എന്ന് പറഞ്ഞാൽ, ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞാൽ ജയ് ഭാരത് എന്നാണ് പറയുന്നത്. ഭാരതാമ്മയുടെ അടുത്ത് നോ പറയാണ്. അത് നമുക്ക് ടൂറിസ്റ്റ് മണി അവർക്ക് കൊടുക്കരുത്, ഡോണ്ട് സപ്പോർട്ട് ഇറ്റ്. നമ്മുടെ സർക്കാർ അങ്ങനെ ടൂറിസ്റ്റ് കൊടുക്കാൻ പറയാം, അവിടെ പോയി വെടികൊണ്ട് ചാവാതിരിക്കും. നമുക്ക് ലക്ഷദ്വീപ് പോവാ നിങ്ങള്, എന്തൊരു നല്ല ആൾക്കാരാ. എക്സ്ട്രീം ഡിഫറൻസ് ആണ്. അവിടെ മുസ്ലിംസ്, ലക്ഷദ്വീപിലും എന്തൊരു. ഗൈസ്, ഞങ്ങള് ലക്ഷദ്വീപിൽ പോയി ആൻഡ് വി മെറ്റ് മുസ്ലിംസ്, ദ റിയൽ മുസ്ലിംസ്. വാട്ട് ജം പീപ്പിൾ. ഗൈസ്, ഐ വിസിറ്റഡ് ലക്ഷദ്വീപ് 2 months ago and I went there this month too. എന്റെ കാശ് ഉണ്ടായിട്ടൊന്നും അല്ല, നെല്ലിപ്പരക്ക് ടിക്കറ്റ് എടുത്ത് ഞാൻ പോയി. കാരണം അവിടുത്തെ ആളുകളെ ഞാൻ മിസ് ചെയ്തു. ഞാൻ ഇതുവരെ 2 വട്ടം ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോയിട്ടില്ല. കാരണം അവിടുത്തെ ആൾക്കാർ സത്യം പറഞ്ഞാൽ ഞാൻ റാൻഡ് ആൾക്കാരുടെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചു. ഞാൻ അവിടെ മറ്റേ ഈ സമയത്താണ് ആദ്യത്തെ വട്ടം പോയത്, മറ്റേ നമ്മളുടെ റമദാൻ മാസത്തില്. ഞാൻ അവിടെ ഒന്നുമില്ല, റമദാൻ മാസത്തിൽ എല്ലാവരും ഉറക്കമാണ്. ഞാൻ റോഡിൽ കൂടെ നടന്നപ്പോഴത്തേക്ക് അയാൾ പറയുന്ന മലയാളം ആണെങ്കിലും പകുതി എനിക്ക് മനസ്സിലാവുന്നുള്ളൂ. എന്തൊക്കെയോ ചോദിച്ച് ഞാൻ എന്തൊക്കെയോ തലയാട്ടി. പുള്ളി എന്റെ കൈ പിടിച്ച് വീട്ടിലോട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ദൈവമേ എന്തായി സംഭവിക്കുന്നത്, ഇതെന്തോ എനിക്ക് അലറാനും വയ്യ, നമ്മൾ ഈഗോ വിടാനും സമ്മതിക്കുന്നില്ല. അകത്ത് പോയപ്പോ എന്തുവാ, പുള്ളി ഭാര്യയോട് പറയാണ്, ദാ റമദാൻ മാസത്തിൽ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, ഇവനെ കഴിപ്പിക്കാതെ വിടരുത്. അവര് കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ സാധനങ്ങൾ എൻ്റെ പ്ലേറ്റിൽ വിളമ്പി വെച്ച് തന്നിട്ടാണ് വിട്ടത്. ഞാൻ എന്തുകൊണ്ടാണ് തിരിച്ചു പോയത്, ഞാൻ ചെന്ന് നിന്ന സ്റ്റേയിലെ ആളുകള്, ബ്രോ ഐ മെയ്ഡ് കോണ്ടാക്ട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദം. അവര് വിളിച്ചെന്തൊക്കെ ഉണ്ട് വാ, അവരെ കാണാൻ. എൻ്റെ ഫ്രണ്ടിനെ കാഷ്വലായിട്ട് 4-5 ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവരെ മിസ് ചെയ്ത് ത്രൂ കോണ്ടാക്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അവരെ കാണാൻ, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തൊക്കെ പോകുന്നതിനിടയ്ക്ക് ഞാൻ പോയി. പിന്നെ അത്ര നല്ല ആളുകളാണ് അവിടുത്തെ മുസ്ലിംസ്. ആൻഡ് ഐ ഹവ് നെവർ സീൻ എനി റിലീജിയൻ പീപ്പിൾ ഡൂയിങ് ദാറ്റ് മച്ച് ഗുഡ്. സത്യം, ഏറ്റവും നല്ല ആളുകളാണ് അവിടുത്തെ മുസ്ലിംസ്. മുസ്ലിം മതം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ പോയി ജമ്മു കാശ്മീർ അല്ല ലക്ഷദ്വീപ് വിസിറ്റ് ചെയ്യാം. ലക്ഷദ്വീപ് എന്ന് പറയുന്ന ആളുകളും ലക്ഷദ്വീപ് എന്ന് പറയുന്ന ദ്വീപും ജം. സോ അതൊക്കെ പറഞ്ഞു നോക്കി എപ്പിസോഡ് ഇവിടെ നിർത്താം. ഓക്കെ. അപ്പോ പിന്നെ ഗൈസ്, പയ്യൻ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്. വാട്ട് വാസ് ദ വ്ളോഗ്? അഗസ്ത്യാർകൂടത്തിന്റെ വ്ളോഗാണ് അത്. ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കും, ചുമ്മാ ഒന്ന് കയറി കണ്ടു നോക്ക്. 2 മിനിറ്റ് കാണാനേ നിൽക്കാവൂ. 2 മിനിറ്റിന്റെ അകത്ത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ ബാക്കി ഫുള്ള് ഫിനിഷ് ചെയ്യേണ്ടി വരും. അത്ര സൂപ്പർ സാധനമാണ്. കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. അല്ലെങ്കിൽ സ്വന്തമായിട്ട് പോയി സ്വന്തം ക്യാമറയിൽ സ്വന്തമായിട്ട് ചെയ്ത്, സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്ത്, സ്വന്തമായിട്ട് കളർ ചെയ്ത് ചെയ്തതാണ്. എത്ര മിനിറ്റ് ഉണ്ടോ? 14 മിനിറ്റ്. 10-14 മിനിറ്റ് ഉണ്ട്. ഒന്ന് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത്
പയ്യച്ചിരി സീൻ ഡ്രസ്സൊക്കെ ഇട്ട് ഇച്ചിരി കൂളിംഗ് ഗ്ലാസ് ഒക്കെ നൈസ് ആണ്. എനിക്കത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. ഈ എപ്പിസോഡ് ഇവിടെ തീരെയാണ്. അടുത്ത വട്ടം നമ്മൾ പുതിയ എപ്പിസോഡായിട്ട് വരുന്നതാണ്. അതെ കറണ്ട് പോയി, എന്നാലും കുഴപ്പമൊന്നുമില്ല. വി ഡിഡ് ഓൾമോസ്റ്റ് എവറിത്തിങ്. നമ്മുടെ ക്യാമറയുടെ ബാറ്ററി കുറച്ച് പ്രശ്നമായി, അപ്പോൾ നമ്മൾ കുറച്ച് റഷ് ചെയ്യുന്നു, കുറച്ച് ടോപ്പിക്ക് കട്ട് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ഇനി ഒരു 3-4 പേജ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഐ വിൽ ഇൻക്ലൂഡ് ഇറ്റ് ഇൻ ദി ലേറ്റർ എപ്പിസോഡ്സ്. അങ്ങനെ പോട്ടെ, എല്ലാം നല്ലതായിട്ട് പോകും. Okay guys, we here talk to you guys later. Bye guys, bye.